ഹലോ നമസ്കാരം. മാസ്തക്കി അക്കാഡമിയുടെ പുതിയൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോക്സിക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് വളരെ വലിയൊരു ടോപ്പിക്കാണ്, വാസ്റ്റ് ആണ്, പക്ഷെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇൻസെക്ടിസൈഡ്സ്, അതിന്റെ മോഡ് ഓഫ് ആക്ഷൻ, കുറച്ച് ഹിസ്റ്ററി, പിന്നെ റെസിസ്റ്റൻസ്, റെസിഡ്യൂ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ADI, MRL, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഇതിൻ്റെ അടിയിൽ വരുന്നുണ്ട്. പക്ഷെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കിയാൽ മതി. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഡയറക്റ്റ് കടക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് യൂസ്ഡ് എസ് എ റൊഡന്റിസൈഡ്? അപ്പോൾ നമ്മൾ ടോക്സിക്കോളജിയിൽ ഇൻസെക്ടിസൈഡ് മാത്രമല്ല, നമ്മൾ കുറച്ച് റൊഡന്റിസൈഡ്സ് നോക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിലബസിൽ റൊഡൻസിനെയും പിന്നെ മൈറ്റ്സിനെയും ഒക്കെ എൻഡോമോളജിക്കാർക്കാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ അക്കാരിസൈഡ്സും റൊഡന്റിസൈഡ്സും ഒക്കെ നമ്മൾ തന്നെ നമ്മൾ ഈ ഒരു ടോക്സിക്കോളജിയിൽ നോക്കേണ്ടതുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് യൂസ്ഡ് എസ് എ റൊഡന്റിസൈഡ്? ഇത് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് റൊഡന്റിസൈഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സിങ്ക് ക്ലോറൈഡ്, സിങ്ക് സൾഫൈഡ്, സിങ്ക് ഫോസ്ഫൈഡ് ആൻഡ് സിങ്ക് ബ്രോമൈഡ്. അപ്പൊ ഇതില് സിങ്ക് ഫോസ്ഫൈഡ് ആണ് കറക്റ്റ് ആൻസർ. സിങ്ക് ഫോസ്ഫൈഡ് എന്ന് പറയുമ്പോൾ ഒരു അക്യൂട്ട് റൊഡന്റിസൈഡ് ആണ്, അതായത് സിംഗിൾ ഡോസ് പോയിസൺ ആണ്. ഇതാണ് റൊഡന്റിസൈഡ്സിന്റെ രണ്ട് മേജർ ക്ലാസിഫിക്കേഷൻ. സിംഗിൾ ഡോസ് പോയിസൺസ് എന്നും ക്രോണിക് അല്ലെങ്കിൽ മൾട്ടി ഡോസ് പോയിസൺസ് എന്നുമാണ്. അപ്പൊ സിംഗിൾ ഡോസ് അല്ലെങ്കിൽ അക്യൂട്ട് റൊഡന്റിസൈഡ്സിൽ വരുന്ന ഒരു സാധനമാണ് സിങ്ക് ഫോസ്ഫൈഡ്. സിങ്ക് ഫോസ്ഫൈഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൊഡന്റിസൈഡ് ആണ്. ഇത് ശരിക്കും സ്റ്റൊമക് പോയിസൺ ആണ്. സ്റ്റൊമക് പോയിസൺ എന്ന് പറയുമ്പോൾ ഇഞ്ചക്ഷനിലൂടെ മാത്രമേ ആ ഒരു റൊഡന്റിന്റെ ബോഡിയിൽ ഇത് കയറുള്ളൂ. ഇത് കയറി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇത് ആക്റ്റീവ് ആകും. ആക്റ്റീവ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറും അതും ഇതുമൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് ഇതൊരു ഫോസ്ഫീൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അറിയാവുന്നവർക്കറിയാം, ഫോസ്ഫീൻ ഗ്യാസ് ഒരു ഭയങ്കരമായിട്ടുള്ള പോയ്സണസ് ഗ്യാസ് ആണ്. ഫോസ്ഫീൻ ഗ്യാസ് നമ്മൾ ഫ്യൂമിഗന്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗ്യാസ് ആണ്. അപ്പൊ ഈ ഒരു ഫോസ്ഫീൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഒരു റെസ്പിറേറ്ററി മെറ്റബോളിസം താറുമാറാവുകയും ഒരുപാട് സിംറ്റംസ് ലൈക്ക് വൊമിറ്റിംഗ്, പിന്നെ ഒരു കൺവൽഷൻസ്, ഒരു ഹാർട്ട് നിലച്ചു പോകുക, പിന്നെ ഒബ്വിയസ്ലി ഡെത്ത്, അങ്ങനത്തെ കുറച്ച് സിംറ്റംസ് ഒക്കെയാണ് ഈ ഒരു ഫോസ്ഫീൻ ടോക്സിസിറ്റിയിലൂടെ റൊഡൻസ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് ഈ ഒരു സിങ്ക് ഫോസ്ഫൈഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സിൻടോക്സ് എന്ന പേരിലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബെയ്റ്റിംഗ് ആണ്. അതായത് എന്തെങ്കിലും ഒരു ഫുഡ് ബെയ്റ്റ്, പൊതുവെ ഫീൽഡിലൊക്കെ യൂസ് ചെയ്യുന്നത് ജാഗരിയും കെയിൻ ജ്യൂസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്വീറ്റ് ആയിട്ടുള്ള നല്ല ഫെർമെന്റ് ആയി കഴിഞ്ഞാൽ നല്ല മണമൊക്കെ കൊടുക്കുന്ന എന്തെങ്കിലും സാധനം വെച്ചിട്ടായിരിക്കും. നമ്മൾ തന്നെ വീട്ടിൽ ബെയ്റ്റ് വെക്കുന്നത് എങ്ങനെയാണ്? എന്തെങ്കിലും ഒരു ഫുഡിന്റെ കൂടെ ആഡ് ചെയ്തിട്ടാണല്ലോ വെക്കുന്നത്. അപ്പോൾ ഇത് പ്രൊഫഷണലി വെക്കേണ്ടത്, ഫീൽഡ് യൂസിന് വെക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പാർട്ട് ഓഫ് സിൻടോക്സ് അല്ലെങ്കിൽ സിങ്ക് ഫോസ്ഫൈഡ്, 49 പാർട്സ് ഓഫ് ഫുഡ് ബെയ്റ്റ്. അങ്ങനെ വേണം നമ്മൾ ഈ ഒരു സിങ്ക് ഫോസ്ഫൈഡിനെ ബെയ്റ്റ് ചെയ്യാൻ. ഇനി ആന്റി കൊയാഗുലന്റ് റൊഡന്റിസൈഡ്സ് നോക്കുകയാണെങ്കിൽ ഇത് കൗമാരിൽ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിന്റെ ഡെറിവേറ്റീവ്സ് ആണ്. ഇതെന്താ ഇത് ഇൻജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ കെ സിന്തസിസ്, വൈറ്റമിൻ കെയുടെ അബ്സോർപ്ഷനെ ഇത് ബാധിക്കുകയും പ്രോത്രോംബിൻ, അതായത് പ്രോത്രോംബിൻ എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു ബ്ലഡ് ക്ലോട്ടിങ്ങിനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണത്. അതിന്റെ ഫോർമേഷൻ റെഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാണ് ഈ ഒരു ആന്റി കൊയാഗുലന്റ് റൊഡന്റിസൈഡ്സ് ചെയ്യുന്നത്. ആന്റി കൊയാഗുലന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബ്ലഡ് ക്ലോട്ടിങ്ങിനെയാണ് അത് എഫക്ട് ചെയ്യുന്നതെന്ന്. ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാകുകയും വായിക്കൂടിയും മൂക്കിക്കൂടിയും ചെവി കൂടിയും ഒക്കെ ബ്ലഡ് പുറത്ത് വരിക ഒക്കെ ചെയ്യുന്നത് കാരണമാണ് ഈ ഒരു റോഡന്റ് മരിക്കുന്നത്. ഇതിന് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ വാർഫാറിൻ അല്ലെങ്കിൽ റോഡാഫെറിൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. 1:19 റേഷ്യോയിലാണ് അത് ബെയ്റ്റ് ചെയ്യുന്നത്. പിന്നെ ബ്രോമോഡയോളിൻ, ഇതിനെ മൂഷ് എന്ന് പറയുന്ന ഒരു, അതായത് ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബെയ്റ്റ് ഒന്നും ചെയ്യേണ്ട, എന്തിൻ്റെയും കൂടി മിക്സ് ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് അങ്ങ് വെച്ചു കൊടുത്താൽ മതി. റെഡി ടു യൂസ് കേക്ക് ഫോമിലാണ് ഈ ഒരു ബ്രോമോഡയലിൻ അവൈലബിൾ ആയിട്ടുള്ളത്.
മൂഷ് മൂഷ് എന്നാണ് അതിന്റെ കൊമേഴ്ഷ്യൽ പേര്. ഇതൊരു സിംഗിൾ ഡോസ് ആന്റികോയാഗുലന്റ് ആണ്. അതായത് നേരത്തെ പറഞ്ഞത് നമ്മൾ ആന്റികോയാഗുലന്റ് പറയുമ്പോൾ മൾട്ടി ഡോസ് അല്ലെങ്കിൽ ക്രോണിക് എന്നൊക്കെ പറയും. പക്ഷെ ഇതൊരു സിംഗിൾ ഡോസ് ആന്റികോയാഗുലന്റ് ആണ്. ഇത് ഓർത്തിരിക്കുക. സിംഗിൾ ഡോസ് ആന്റികോയാഗുലന്റ് എന്ന് പറയുന്നത് ബ്രോമോഡയോളിൻ ആണ്. മൾട്ടി ഡോസ് എന്ന് പറയുമ്പോൾ വാർഫാരിൻ ആണ്. ഇനി വെറുതെ സിംഗിൾ ഡോസ് പോയ്സൺ അല്ലെങ്കിൽ അക്യൂട്ട് റോഡന്റിസൈഡ് എന്നൊക്കെ പറയുന്നത് സിങ്ക് ഫോസ്ഫൈഡ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്, സിങ്ക് ഫോസ്ഫൈഡ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 പോവുകയാണെങ്കിൽ കാർബോഫ്യൂറാൻ 3G is now temporarily substituted by. അപ്പൊ ശരിക്കും കാർബോഫ്യൂറാൻ 3G ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന്റെ ഒരു പെർസിസ്റ്റൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടും ആ ഒരു ടോക്സിസിറ്റി കൂടുതലായതുകൊണ്ടും കാർബോഫ്യൂറാൻ 3G ഇപ്പൊ നമ്മൾ തൽക്കാലം യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന സാധനം കാർബോസൾഫാൻ 6G ആണ്. അപ്പൊ ഇത് ഓർത്തിരിക്കുക, കാർബോസൾഫാൻ 6G ആണ് കാർബോഫ്യൂറാൻ 3Gക്ക് പകരം ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന മാലത്തയോണൊക്കെ ഇപ്പോ എന്താണ് നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. പണ്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, പക്ഷെ ഇപ്പൊ മാർക്കറ്റിൽ കിട്ടാൻ പോലും ഇല്ല. കാരണം ഈ ഒരു ഇത് പെസ്റ്റിസൈഡിന്റെ കുറെ കാരണങ്ങൾ കാരണം ഇത് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്, കാർബോസൾഫാൻ 6G. ഇനി question number 3. The recent ban of red labeled insecticide was imposed in Kerala in. അപ്പോൾ red labeled insecticides, red label T അല്ല, red labeled insecticides. റെഡ് ലേബലിംഗ് അറിയാലോ, റെഡ്, ഗ്രീൻ, യെല്ലോ, ബ്ലൂ എന്ന 4 എന്താണ് ടോക്സിക് ഗ്രൂപ്പ്സ് ആയിട്ട് ഇൻസെക്ടിസൈഡ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ ഇനി വരും, അപ്പൊ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കുറച്ച് റെഡ് ലേബിൾഡ് ഇൻസെക്ടിസൈഡ്സിനെ കേരളത്തിൽ ഈ അടുത്തായിട്ട് നമ്മൾ ബാൻ ചെയ്തിട്ടുണ്ട്. അത് ഏത് വർഷമാണ് ആ ഒരു മാസ് ബാനിങ് നടന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 2013 ആ ഒരു ബാൻ നടന്നത്. ഇത് ഓർത്തിരിക്കുക കേട്ടോ. അതിനുശേഷം ഇതുവരെ ഒരു ബാൻ നടന്നിട്ടില്ല. പക്ഷെ നമ്മുടെ എന്താണ് ഐറാക്കും DPPQSും ഒക്കെ ഒരുപാട് ബാനിങ് കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. CIBയും നടത്തുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ അതങ്ങോട്ട് കേരളമായിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് അങ്ങനെ ബാൻ ചെയ്യുന്നത് ലാസ്റ്റ് നടന്നത് 2013 ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. ബോർഡെക്സ് മിക്സ്ചർ വാസ് ഡിസ്കവേർഡ് ബൈ. അപ്പൊ ബോർഡോ മിക്സ്ചർ BM അല്ലെങ്കിൽ ബോർഡെക്സ് മിക്സ്ചർ കണ്ടുപിടിച്ചത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ പലർക്കും അറിയാവുന്ന ഒരു ആൻസർ ആണ്. കാരണം ബോർഡെക്സ് മിക്സ്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്താ മാനേജ്മെന്റ് പ്രാക്ടീസസിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ PA മെല്ലാർഡറ്റ് ആണ് ഈ ഒരു ബോർഡെക്സ് മിക്സ്ചർ ഡിസ്കവർ ചെയ്തത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇത് കുറച്ച് ഹിസ്റ്ററിയാണ്, ഇൻസെക്ടിസൈഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററിയാണ്. ഇതിലെല്ലാം ഒന്നും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഏറെക്കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ തന്നിട്ടുള്ളത്. അപ്പൊ DDT ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. DDT സിന്തസൈസ് ചെയ്തത് സ്റ്റേറ്റ്ലർ ആണ്, പക്ഷെ അതിന്റെ ഇൻസെക്ടിസൈഡ് പ്രോപ്പർട്ടി കണ്ടുപിടിച്ചത് പോൾ മില്ലർ ആണ്. പോൾ മില്ലറിന് അതിന് വേണ്ടിയിട്ട് നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട് 1948. പിന്നെ സൈലന്റ് സ്പ്രിംഗ്, റേച്ചൽ കാർസന്റെ ഒരു ഫേമസ് ബുക്കാണ് ഈ ഒരു സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. എന്റമോളജി പഠിക്കുന്നവർക്കറിയാം, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. കാരണം ഈ ഒരു ഇൻസെക്ടിസൈഡിന്റെ ഒക്കെ മോശവശങ്ങള് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ ഒരു ബുക്കിന്റെ വരവിന് ശേഷമാണ്. ഇനി വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാത്തയോൺ എന്ന് പറഞ്ഞാൽ ആദ്യകാലങ്ങളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓർഗാനോഫോസ്ഫേറ്റ് ആണ്. അത് ഡിസ്കവർ ചെയ്തത് ഗെർഹാർഡ് ഷ്രാഡർ ആണ്. ജർമ്മനിയിലുള്ള ഒരു സയന്റിസ്റ്റ് ആണ് അദ്ദേഹം. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ ഒരു കാർബമേറ്റ് സ്വിറ്റ്സർലാൻഡിലാണ് കണ്ടുപിടിച്ചത്. BHC ഫ്രാൻസിലാണ്. ക്ലോർഡൈൻ ജർമ്മനിയിലാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ലാസ്റ്റ് വരുന്നത് ഒരു ന്യൂവർ ഇൻസെക്ടിസൈഡ് ഗ്രൂപ്പ്സ് ആയിട്ട് നിയോണിക്കോട്ടിനോയിഡ്സ്, സ്പൈനോസിൻസ് ഒക്കെ ന്യൂവർ ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ടിസൈഡ്. 1919 അത് ന്യൂവർ ഗ്രൂപ്പ്. ഇപ്പൊ ഒരുപാട് ന്യൂവർ ഗ്രൂപ്പ് പിന്നെയും വന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി ജനറേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻസ് എന്ന് ഇൻസെക്ടിസൈഡിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആ ഒരു പീരീഡും പിന്നെ ഏതൊക്കെ കോമ്പൗണ്ട് ആണ് അതിന്റെ അടിയിൽ വരുന്നതെന്നും ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കുക. എങ്ങാനും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വിട്ട് കളയണ്ട. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഈ PPTയിൽ നോക്കി പഠിച്ചു വെച്ചേക്കുക.
ക്വസ്റ്റ്യൻ നമ്പർ 5. പെസ്റ്റിസൈഡ്സ് ആർ ബെറ്റർ അപ്ലൈ ടു ഫീൽഡ് ക്രോപ്സ്. അപ്പൊ പെസ്റ്റിസൈഡ് ഏത് സമയത്ത് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെന്ന്? ഇൻ ദ മോർണിംഗ് ഓൺലി, ഇൻ ദ ഈവനിങ് ഓൺലി, എയ്തർ മോർണിംഗ് ഓർ ഇൻ ദ ഈവനിങ്, ഇൻ ദ ആഫ്റ്റർനൂൺ ആൻഡ് ഈവനിങ്. അപ്പൊ ഇതിൽ ഏതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ആണ്. മോർണിംഗിൽ മാത്രം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഈവനിങ്ങിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഏതർ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്. രാവിലെയും കൊണ്ടുപോയി അടിച്ച് അന്നേ ദിവസം വൈകുന്നേരം കൊണ്ടുപോയി അടിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു ദിവസം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻസെക്ടിസൈഡിന്റെ ഒരു ജുഡീഷ്യൽ യൂസ് ആണ്. നമുക്ക് തോന്നിയ പാടൊന്നും അടിക്കാൻ പാടില്ല. അതിലൊരു ലേബലിൽ എപ്പോഴാണ്, എത്ര ഡോസ് ആണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ തന്നിട്ടുണ്ടാകും. അങ്ങനെ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മോശവശങ്ങൾ അതിൽ നിന്നുണ്ടാകും, ലൈക്ക് റെസിസ്റ്റൻസ്, റെസിഡ്യൂ ആൻഡ് റിസർജൻസ്. അപ്പോ നമ്മൾ എപ്പോഴാണ് ഇൻസെക്ടിസൈഡ്സ് അപ്ലൈ ചെയ്യേണ്ടത്? ഏതർ മോർണിംഗ് ഓർ ഇൻ ദ ഈവനിങ്. അപ്പൊ ഇതിൽ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്, only 3. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Beauveria bassiana is considered as a systemic poison, none of these, respiratory poison, contact poison. അപ്പൊ ഇതിൽ ഏതാണ് Beauveria bassiana? അപ്പൊ ആദ്യം നമ്മൾ Beauveria bassiana എന്താണെന്ന് ചോദിക്കുന്നതിന് മുന്നേ ഇത് എങ്ങനത്തെ ഇൻസെക്ടിസൈഡ് ആണ്? ഇതൊരു മൈക്രോബിയൽ ഇൻസെക്ടിസൈഡ് ആണ്. Beauveria bassiana ഒരു ഫംഗസ് ആണ്. ഒരു വൈറ്റ് എന്താണ് മസ്കാർഡിൻ ഫംഗസ് ആണ് ഈ ഒരു Beauveria bassiana. ഇപ്പൊ നമ്മുടെ കേരളത്തില് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രെയിൻ 5 ആണ്, BB5 എന്ന് പറയും, Beauveria bassiana 5. അപ്പൊ ഇത് എങ്ങനത്തെ പോയ്സൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു കോണ്ടാക്ട് പോയ്സൺ ആണ്. കാരണം നമ്മൾ മൈക്രോബിയൽസ് പഠിക്കുമ്പോൾ ഇതിന്റെ മോഡ് ഓഫ് ആക്ഷൻ പഠിക്കുന്നുണ്ട്. Beauveria bassiana അല്ലെങ്കിൽ ബാക്കിയുള്ള ഫംഗസ്, ഗ്രീൻ മസ്കാർഡിൻ ആയിക്കോട്ടെ, വൈറ്റ് ഹാലോ ആയിക്കോട്ടെ, ഇതെങ്ങനെയാണ് ബോഡിയിലേക്ക് കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടാക്ട് വഴിയാണ്. ഇതിന്റെ സ്പോർസ് ബോഡിയിൽ വന്ന് അറ്റാച്ച് ചെയ്തിട്ട് അതൊരു അപ്രസോറിയം അല്ലെങ്കിൽ ഒരു എന്താണ് ജെർമിനേഷൻ ട്യൂബ് പോലെ ഒരു സാധനം ബോഡിയുടെ ക്യൂട്ടിക്കിളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നാച്ചുറൽ ഓപ്പണിങ്സിലൂടെയോ അകത്തേക്ക് ഉണ്ടാക്കും. എന്നിട്ട് അതിന്റെ അകത്ത് കയറി കഴിഞ്ഞിട്ട് ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ മാസ് മൾട്ടിപ്ലൈ ചെയ്ത് ബോഡി മുഴുവൻ ഫില്ല് ചെയ്യും. ഇല്ലെങ്കിൽ Beauveria bassiana പോലുള്ള സാധനങ്ങൾ ബ്യുവേറിലോയിഡ്സ് എന്നൊക്കെ പറഞ്ഞുള്ള ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ടോക്സിൻസ് കാരണവും ഇൻസെക്ട് ചത്തുപോകാറുണ്ട്. അപ്പൊ ശരിക്കും നമ്മൾ കറക്റ്റ് ആയിട്ട് ഇൻസെക്ടിസൈഡൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ Beauveria bassiana ഇസ് എ കോണ്ടാക്ട് പോയ്സൺ. കാരണം കോണ്ടാക്ട് വഴിയാണ് അതിന്റെ ആ ഒരു എന്താണ് ഇൻഫെക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ 4, അതായത് ഓപ്ഷൻ ഡി only 4 ആണ് കറക്റ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7. വിച്ച് കളർ ഓൺ ദ ലേബൽ ഓഫ് ദ കണ്ടെയ്നർ ഇൻഡിക്കേറ്റ്സ് ദ ഹൈലി ടോക്സിക് പെസ്റ്റിസൈഡ്? ഹൈലി ടോക്സിക് ആണെന്ന് കാണിക്കുന്നത് ഏത് കളറാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് 4 കളർ വെച്ചിട്ട് നമ്മൾ ഇൻസെക്ടിസൈഡിന്റെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബ്രൈറ്റ് റെഡ്, ബ്രൈറ്റ് യെല്ലോ, ബ്രൈറ്റ് ബ്ലൂ ആൻഡ് ബ്രൈറ്റ് ഗ്രീൻ. അപ്പോൾ ബ്രൈറ്റ് റെഡ് കാണിക്കുന്നത് എക്സ്ട്രീംലി ടോക്സിക് ആണെന്ന്, ബ്രൈറ്റ് യെല്ലോ കാണിക്കുന്നത് ഹൈലി ടോക്സിക് ആണെന്നും, ബ്രൈറ്റ് ബ്ലൂ കാണിക്കുന്നത് മോഡറേറ്റ്ലി ടോക്സിക് ആൻഡ് ബ്രൈറ്റ് ഗ്രീൻ സ്ലൈറ്റ്ലി ടോക്സിക്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഹൈലി ടോക്സിക് ആണെന്ന് കാണിക്കുന്നത് ഏതാണ്? ബ്രൈറ്റ് യെല്ലോ ആണ്. അപ്പോൾ ഓപ്ഷൻ 2 മാത്രം ഉള്ളത് ഉണ്ടോ? ഓപ്ഷൻ 2 മാത്രമുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇത് ശരിക്കും ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ടാക്ടിക്സ് മനസ്സിലാക്കണം. ഹൈലി ടോക്സിക് ആൻഡ് എക്സ്ട്രീംലി ടോക്സിക് കംസ് ഇൻ ദ സെയിം കാറ്റഗറി. അപ്പോ 1 and 2 എന്ന് നമുക്ക് കൊടുക്കാം. കാരണം 2 only എന്നുള്ള ഒരു ആൻസർ ഇല്ലാത്തത് കൊണ്ട് 1 and 2 എന്ന് നമുക്ക് കൊടുക്കാം. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്ന കറക്റ്റ് ആൻസർ. ഇതാണ് ആ ഒരു കാറ്റഗറൈസേഷൻ ഓഫ് പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്രൈറ്റ് റെഡിലാണെങ്കിൽ ആ ഒരു സ്കള്ളും ബോൺസും ഒക്കെ ഉള്ള ആ ഒരു സിമ്പലും കൂടി കാണും, എക്സ്ട്രീംലി ടോക്സിക് എന്ന് കാണിക്കാൻ. ഇനി ബ്രൈറ്റ് യെല്ലോയിലാണെങ്കിൽ പോയ്സൺ എന്ന് മാത്രമേ കൊടുത്തിട്ടുണ്ടാകുള്ളൂ. ബ്രൈറ്റ് ബ്ലൂവിന്റെ കൂടെ ഡേഞ്ചർ എന്ന് കൊടുത്തിട്ടുണ്ട്, ഗ്രീനിന്റെ കൂടെ കോഷൻ എന്നും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊരു ഓറൽ LD50 വാല്യൂ തന്നിട്ടുണ്ട്. അതായത് ലീതൽ ഡോസ് വാല്യൂ ഇഞ്ചക്ഷൻ വഴിയുള്ള അല്ലെങ്കിൽ ഓറൽ ആയിട്ട് ഇൻജസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു LD50 വാല്യൂ കൂടി തന്നിട്ടുണ്ട്. പോയ്സണിൽ less than 50.
ഈ ഒരു LD50 വാല്യൂ ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടോക്സിസിറ്റി ആണ്. അപ്പൊ എത്രത്തോളം LD50 വാല്യൂ കുറയുന്നു അത്രയും ഈ സാധനം ടോക്സിക് ആണെന്നാണ് കാണിക്കുന്നത്. അപ്പൊ LD50 വാല്യൂ ഏറ്റവും കുറവ് പോയിസൺ ആണ്. അപ്പൊ അത്രയും ടോക്സിക് ആണ് ഈ ഒരു സാധനം. ഒരു 50 ഗ്രാംസ് ആലോചിച്ചു, 50 മില്ലിഗ്രാം പെർ കിലോഗ്രാം മതി ഒരു ഇൻസെക്റ്റിനെ കൊല്ലാൻ. എന്നാൽ ഈ ഒരു കോഷൻ അല്ലെങ്കിൽ ബ്രൈറ്റ് ഗ്രീൻ സ്ലൈറ്റ്ലി ടോക്സിക് ആയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡ് എടുക്കുകയാണെങ്കിൽ 500 മില്ലിഗ്രാം പെർ കിലോഗ്രാം വേണ്ടി വരും ഒരു ഇൻസെക്റ്റിനെ കൊല്ലാനായിട്ട്. അപ്പോൾ എക്സ്ട്രീംലി ടോക്സിക്കിനായിരിക്കും ഏറ്റവും കുറവ് LD50 വാല്യൂ ഉണ്ടാകുന്നത്. അപ്പൊ അതായിരുന്നു കാറ്റഗറൈസേഷൻ ഓഫ് പെസ്റ്റിസൈഡ്സ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 8. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഫെൻവാലറേറ്റ് ഇസ് എ സിന്തറ്റിക് പൈറത്രോയിഡ്. Okay. Statement 2, Furcelone is a biopesticide. Statement 3, the insecticide spinosad is derived from actinomycetes. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും സ്റ്റേറ്റ്മെന്റ് 2ൽ എന്തോ കുഴപ്പമുണ്ട്. കാരണം നമ്മൾ പഠിച്ച ബയോപെസ്റ്റിസൈഡിലൊന്നും ഫൊസലോൺ എന്നൊരു പേര് നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഫൊസലോൺ ഒരു ഓർഗാനോ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൽ വരുന്ന ഒരു പെസ്റ്റിസൈഡ് ആണ്. എന്നാൽ ഫെൻവാലറേറ്റ് ഇസ് എ സിന്തറ്റിക് പൈറത്രോയിഡ് തന്നെയാണ് ഒരു ഫെൻവാലറേറ്റ് എന്ന് പറയുന്നത്. സ്പൈനോസാഡ് എന്ന് പറയുന്നത് ആക്ടിനോമൈസൈറ്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. അതിന്റെ സിന്തറ്റിക് ഫോംസ് ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സ്പൈനോസാഡ്, സ്പൈനോടെറാം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അപ്പോൾ ഈ ഒരു 3 സ്റ്റേറ്റ്മെന്റിൽ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അപ്പൊ അതുള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കൂ. സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണെന്നുള്ളത് ഓപ്ഷൻ എ ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 and 3 ആർ കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് റോങ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 8ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. നമുക്ക് ഈ കുറച്ച് പെസ്റ്റിസൈഡ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ജസ്റ്റ് ഒരു റിവിഷൻ ആയിട്ട് കണ്ടാൽ മതി. നമ്മൾ ഇൻസെക്ടിസൈഡിനെ ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക്. ഇനോർഗാനിക്കിൽ വരുന്ന ആർസനിക് ഗ്രൂപ്പ്സ് ഓഫ് ഇൻസെക്ടിസൈഡ്സ് വരുന്നുണ്ട്, ഫ്ലൂറൈഡ്സ് വരുന്നുണ്ട്, സൾഫർ, സിങ്ക് ഫോസ്ഫൈഡ് ഒക്കെ ഈ ഒരു ഇനോർഗാനിക് ഗ്രൂപ്പിൽ വരുന്നതാണ്. ആർസനിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ വേറെയും ഡിഫറെന്റ് സാധനങ്ങളുണ്ട്. ലൈക്ക് ലെഡ് ആർസനേറ്റ്, കാൽഷ്യം ആർസനേറ്റ്, ആർസനിക് ട്രയോക്സൈഡ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. ഇനി ഫ്ലൂറൈഡ്സ് ആണെങ്കിൽ സോഡിയം ഫ്ലൂറൈഡും സോഡിയം ഫ്ലൂ അലുമിനേറ്റ് എന്ന് പറയുന്ന 2 സാധനമുണ്ട്. ഇനി സൾഫർ ആണെങ്കിൽ സൾഫറിൽ നമ്മൾ സൾഫർ ഡസ്റ്റ് ഒക്കെ പൊതുവെ യൂസ് ചെയ്യുന്നുണ്ട് അക്യാരിസൈഡ് ആയിട്ടും ഫംഗിസൈഡ് ഒക്കെ ആയിട്ട്. ലൈം സൾഫർ എന്ന് പറയുന്ന ഒരു സാധനം സാൻജോ സ്കെയിൽ കേട്ടിട്ടുണ്ടാകും. ആപ്പിളിലൊക്കെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെസ്റ്റ് ആണ്. സാൻജോ സ്കെയിലിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഒരു ലൈം സൾഫർ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സിങ്ക് ഫോസ്ഫൈഡ് അറിയാലോ, സിങ്ക് ഫോസ്ഫൈഡ് നമ്മൾ റോഡന്റിസൈഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇനി ഓർഗാനിക് പെസ്റ്റിസൈഡ്സിലേക്ക് വരികയാണെങ്കിൽ അതിനൊരു 4 കാറ്റഗറി ഉണ്ട്. പെട്രോളിയം ഓയിൽസ് എന്ന് പറയുന്ന സമ്മർ ഓയിൽസ്, ഡോർമന്റ് ഓയിൽസ്, അങ്ങനെ കുറേ കാറ്റഗറി വരുന്നുണ്ട്. അതൊന്നും ശരിക്കും നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ല. എന്നാലും ഓർത്തിരിക്കേണ്ട കാര്യം കോൾട്ടാർ, കെറോസിൻ അതൊക്കെയാണ് ഈ ഒരു പെട്രോളിയം ഓയിൽസിൽ വരുന്നത്. ഇനി ആനിമൽ ഒറിജിനിൽ വരുന്നത് നീരസ് ടോക്സിൻ ആണ്. നീരസ് ടോക്സിൻ എന്ന് പറയുന്നത് ലുംബ്രിനിക് ലുംബ്രിക്കോനീരസ് എന്ന് പറയുന്ന ഒരു എന്താണ് മെറൈൻ ആയിട്ടുള്ള ഒരു അനലിഡ് നിന്ന് എടുക്കുന്ന ഒരു ടൈപ്പ് ടോക്സിൻ ആണ് ഈ ഒരു നീരസ് ടോക്സിൻ എന്ന് പറയുന്നത്. ഇനി പ്ലാന്റ് ഒറിജിനിൽ ഒരുപാട് സാധനം വരുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് ബൊട്ടാണിക്കൽസ് എന്നാണ്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 സാധനമുണ്ട്: നിക്കോട്ടിൻ, പൈറത്രം ആൻഡ് റൊട്ടിനോയിഡ്സ്. ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇനി അല്ലാത്ത സാധനം പ്ലാന്റ് ഒറിജിനിൽ നിന്ന് വരുന്നതിന്റെ ഒരു ടേബിൾ ഞാൻ ലാസ്റ്റ് തന്നിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തേക്കുക. ഇനി സിന്തറ്റിക് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻസെക്ടിസൈഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ഓർഗാനോക്ലോറിൻ, സൈക്ലോഡൈനിലെ മിക്കവാറും എല്ലാ പെസ്റ്റിസൈഡും ഇപ്പൊ നമ്മൾ ബാൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സൈക്ലോഡൈനിൽ വരുന്നതായിരുന്നു എൻഡോസൾഫാൻ ഒക്കെ, അതൊക്കെ നമ്മളിപ്പോ ബാൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആൽഡ്രിൻ, ഡയൽഡ്രിൻ, എൻഡ്രിൻ എന്നൊക്കെ പറയുന്ന പെസ്റ്റിസൈഡ്സ് ഒക്കെ ബാൻഡ് ആണ്. ഇനി ഓർഗാനോ ഫോസ്ഫേറ്റ്സ്, മിക്കവാറും നമ്മൾ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക പെസ്റ്റിസൈഡ്സും ഓർഗാനോ ഫോസ്ഫേറ്റ്സ് ആയിരിക്കും. കാർബാമേറ്റ്സ്,
കാർബോഫ്യൂറാൻ, കാർബോസൾഫാൻ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊക്കെ കാർബാമേറ്റ്സിൽ വരുന്നതാണ്. സിന്തറ്റിക് പൈറത്രോയിഡ്സ്, ഒരുപാട് സിന്തറ്റിക് പൈറത്രോയിഡ്സ് ഉണ്ട്. അലത്രിൻ, സൈപ്പർമെത്രിൻ, ലാംഡ സൈഹാലോത്രിൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. ഇനി മിസലേനിയസ് ഗ്രൂപ്പിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, അതൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇതാണ് പെസ്റ്റിസൈഡ്സിന്റെ ഒരു ഓവറോൾ ക്ലാസിഫിക്കേഷന്റെ ഒരു ഓവർവ്യൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആൻ ആക്ട് ടു റെഗുലേറ്റ് ദ ഇമ്പോർട്ട്, മാനുഫാക്ചർ, സെയിൽ, ട്രാൻസ്പോർട്ട്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് യൂസ് ഓഫ് ഇൻസെക്ടിസൈഡ്സ് ഇൻ ഇന്ത്യ. അപ്പോ ഇമ്പോർട്ട്, മാനുഫാക്ചർ, സെയിൽസ്, ട്രാൻസ്പോർട്ട്, ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ ഉപയോഗം, ഇത്രയും കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ആക്ട് ഉണ്ട്. അത് ഏത് ആക്ട് ആണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഓപ്ഷൻ സി, ഇൻസെക്ടിസൈഡ് ആക്ട് ആണ്. 1968 ഈ ഒരു ആക്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഡിസ്ട്രക്റ്റീവ് ഇൻസെക്ട് ആൻഡ് പെസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് ഇതൊരു ക്വാറന്റൈൻ ബേസ്ഡ് ആക്ട് ആണ്. ഇനി ഇൻസെക്ടിസൈഡ് ആക്ട് ശരിക്കും നിലവിൽ വന്നത് 1971 പക്ഷെ നമ്മൾ എപ്പോഴും പറയുമ്പോൾ 1968 ഇതിനെ നമ്മൾ ഫ്രെയിം വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 1968 ഇൻസെക്ടിസൈഡ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് ഈ ഒരു ഇൻസെക്ടിസൈഡ് ആക്ടിന്റെ കുറച്ച് സാലിയൻ ഫീച്ചേഴ്സ് നോക്കാം. സാലിയൻ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. കമ്പൽസറി രജിസ്ട്രേഷൻ, ഏതൊരു ഇൻസെക്ടിസൈഡിന്റെയും കമ്പൽസറി രജിസ്ട്രേഷൻ ഉറപ്പാക്കുന്നത് ഈ ഇൻസെക്ടിസൈഡ് ആക്ടിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ്. പിന്നെ ഒരു സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡ് ഇവർ രൂപീകരിച്ചിട്ടുണ്ട്. 24 മെമ്പേഴ്സ്. ആദ്യം 24 മെമ്പേഴ്സ് ആയിരുന്നു, പിന്നെ 29 മെമ്പേഴ്സ് ആയിട്ട് അതിനെ ഉയർത്തിയിട്ടുണ്ട്. അതിൽ പല ഫീൽഡിലുള്ള ആളുകൾ ഉണ്ടാകും. അവരുടെ നിന്നൊക്കെയുള്ള എക്സ്പേർട്ട് നോളജ് വെച്ചിട്ടാണ് ഈ ഒരു ഇന്റർ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇന്റർ മിനിസ്ട്രിയൽ ഓർഗനൈസേഷണൽ കോർഡിനേഷൻ ഒക്കെ കൊണ്ടിട്ടാണ് ഈ നമ്മളൊരു ഇൻസെക്ടിസൈഡ് ആക്ട് പ്രാബല്യത്തിലാക്കിക്കൊണ്ട് പോകുന്നത്. അപ്പൊ അതിൽ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം ഇൻസെക്ടിസൈഡ് ബോർഡാണ്. ഇനി രജിസ്ട്രേഷൻ കമ്മിറ്റി, അപ്പൊ രജിസ്ട്രേഷൻ ഇൻസെക്ടിസൈഡ്സിന്റെ രജിസ്ട്രേഷന് ടേക്ക് കെയർ ചെയ്യുന്ന ഈ ഒരു രജിസ്ട്രേഷൻ കമ്മിറ്റിയാണ്. പിന്നെ ഇവർക്ക് ഒരുപാട് എൻഫോഴ്സ്മെന്റ് മെഷീനറീസ് ഉണ്ടാകും, ലൈക്ക് അനലിസ്റ്റ് ഉണ്ടാകും, ഇൻസ്പെക്ടേഴ്സ് ഉണ്ടാകും. സെൻട്രലിലും സ്റ്റേറ്റിലും ആ ഒരു ലെവലിലും, സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഇവർക്ക് ആ ഒരു ഇൻസെക്ടിസൈഡ് അനലിസ്റ്റും ഇൻസെക്ടിസൈഡ് ഇൻസ്പെക്ടേഴ്സും ഒക്കെ ഉണ്ടാകും. പിന്നെ ഇവർക്കൊരു സെൻട്രൽ ലബോറട്ടറി ഉണ്ടാകും. നമ്മൾ അയക്കുന്ന ഓരോ സാധനങ്ങളും അവിടെ ചെന്നാണ്. ഇപ്പം എനിക്കൊരു ഇൻസെക്ടിസൈഡ് ഞാൻ കണ്ടുപിടിച്ചു, അപ്പൊ എനിക്ക് അതിനെ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ അതിന് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു രജിസ്ട്രേഷൻ കമ്മിറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അവർ നമ്മുടെ കയ്യിൽ നിന്ന് സാമ്പിൾ എടുക്കും. സാമ്പിൾ അവർ ഇൻസെക്ടിസൈഡ് ലബോറട്ടറിയിലേക്ക് സെൻഡ് ചെയ്യും. അവിടെ നിന്ന് ആ ഒരു മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ലൈസൻസ് നമ്മുടെ കൈ കിട്ടുള്ളൂ. പിന്നെ ഇവർക്ക്, അതായത് ഇൻസെക്ടിസൈഡ് ആക്ട് ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം വെച്ചിട്ട് അവർക്ക് ഇമ്പോർട്ട്, മാനുഫാക്ചർ, സെയിൽ, ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്പോർട്ട്, വേണമെങ്കിൽ സ്റ്റോക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ ഉള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിലൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു ഇമ്പോർട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഇൻസെക്ടിസൈഡിന്റെ മാനുഫാക്ചർ, സെയിൽസോ ഒക്കെ അവർക്ക് അവിടെ കൊണ്ട് നിർത്താൻ പറ്റും. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ഇൻസെക്ടിസൈഡ് ആക്ടിന്റെ. ഇനി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന് റൂൾസ് ഉണ്ടാക്കാനും അതിന്റെ ലെവൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ ലെവൽസ് ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നുള്ള ലെവൽസ് ഉണ്ട്. അപ്പൊ ആ ലെവല് വെച്ചിട്ട് ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് കുറച്ച് ലോസ് ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അവർക്ക് ഫോംസ് ഉണ്ടാക്കാം, അതിന്റെ ഫീ അവർക്ക് വാങ്ങിക്കാം. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റ്സിനും അതുപോലെ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഇത്രയൊക്കെയാണ് ഇൻസെക്ടിസൈഡ് ആക്ടിന്റെ സാലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡും രജിസ്ട്രേഷൻ കമ്മിറ്റിയും പിന്നെ സെൻട്രൽ ലബോറട്ടറീസും ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10, ഇൻസെക്ടിസൈഡ് നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ നിയോനിക്കോട്ടിനോയിഡ് ഗ്രൂപ്പ്സ്. അപ്പൊ നിയോനിക്കോട്ടിനോയിഡ് അല്ലാത്തത് ഇതിൽ ഏതാണെന്നാണ്. അപ്പൊ നിക്കോട്ടിനോയിഡ് എന്ന് പറയുന്നത് എന്താണ്? നിക്കോഷ്യാന എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ നിന്ന്, നിക്കോഷ്യാന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, റസിക്ക, പിന്നെ അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് എടുക്കുന്ന ഒരു ടൈപ്പ് ടോക്സിൻ ആയിരുന്നു നിക്കോട്ടിൻ. അറിയാലോ എല്ലാവർക്കും നിക്കോട്ടിൻ എന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതിന്റെ സിന്തറ്റിക് അനലോഗ്സ് ആണ് ഈ ഒരു നിയോനിക്കോട്ടിനോയിഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്.
അപ്പൊ നിക്കോട്ടിനോയിഡ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആറ്റം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ കഴിയാത്തത് കാരണം ഇതിന്റെ മോഡ് ഓഫ് ആക്ഷൻ ചെല്ലുമ്പോൾ ആ ഒരു എന്താ റിസപ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്യാനൊന്നും ഈ ഒരു നിക്കോട്ടിനോയിഡ്സിന് എഫക്റ്റീവ്ലി പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിന്റെ സിന്തറ്റിക് ഗ്രൂപ്പ്സിന് അത് പറ്റും. അതാണ് നിയോ നിക്കോട്ടിനോയിഡും നിക്കോട്ടിനോയിഡുമായിട്ടുള്ള വ്യത്യാസം. അപ്പൊ എഫക്റ്റീവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നിയോ നിക്കോട്ടിനോയിഡ് ആണ്. ഇതിൽ ഏതാണ് നിയോ നിക്കോട്ടിനോയിഡ് അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അസഫേറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗാനോ ഫോസ്ഫേറ്റ് ആണ്. ബാക്കി തന്നിട്ടുള്ളതെല്ലാം നിയോ നിക്കോട്ടിനോയിഡ്സ് തന്നെയാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ അബൌട്ട് ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്? അപ്പൊ ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്താണെന്ന് അറിയണം. ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പല കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെക്ടിസൈഡ്സിൽ കാണുന്ന ചില ഹോർമോൺസിനെ എന്താ മിമിക് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ ആക്ടിവിറ്റി തടയാൻ പറ്റുന്ന ചില സാധനങ്ങൾ, അതാണ് ഈ ഒരു ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്ഡൈസോയിഡ്സ് ഉണ്ട്. എക്ഡൈസോയിഡ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള എക്ഡൈസോണിന്റെ സിന്തറ്റിക് അനലോഗ് ആണ്. ഇത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫക്റ്റീവ് ക്യൂട്ടിക്കിൾ ആണ് ഉണ്ടാകുന്നത്. മര്യാദക്കുള്ള ക്യൂട്ടിക്കൽ ഫോർമേഷൻ ഉണ്ടാകുന്നില്ല, വാക്സ് ലെയർ ഒന്നും ഉണ്ടാവില്ല, സ്കെയിൽസ് ഉണ്ടാകില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു എക്ഡൈസോയിഡ് അപ്ലൈ ചെയ്യുമ്പോൾ. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് JH മിമിക്സ്, അതായത് ജുവനൈൽ ഹോർമോൺ മിമിക്സ് ആണ്. ഇതിനെ നമ്മൾ ജുവനോയിഡ്സ് എന്നും പറയും കേട്ടോ. ഇത് ശരിക്കും ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഹോർമോണൽ ഇൻസെക്ടിസൈഡ് ആണ്. ഇത് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തത് വില്യംസ് ആൻഡ് സ്ലാമ എന്ന് പറയുന്ന 2 സയന്റിസ്റ്റ് ആണ്. അന്ന് അവരത് കണ്ടുപിടിക്കുമ്പോൾ അതിന് കൊടുത്ത പേര് പേപ്പർ ഫാക്ടർ അല്ലെങ്കിൽ ജുവാബയോൺ എന്നായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, പേപ്പർ ഫാക്ടർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിന്റെ പിന്നിലുള്ള എക്സ്പെരിമെന്റിന്റെ കഥയും നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ ഇവര് കണ്ടുപിടിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൽസം ഫിർ ട്രീ, അതായത് ഏബീസ് ബാൽസാമിയ എന്ന് പറയുന്ന ഒരു ഫിർ ട്രീന്റെ പൾപ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന പേപ്പറിൽ ഈ ഒരു JH മിമിക് ഉണ്ടായിരുന്നു എന്നാണ് അവർ കണ്ടുപിടിച്ചത്. അപ്പൊ ഈ JH മിമിക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ആന്റി മെറ്റമോർഫിക് എഫക്റ്റ് ആണ്. അതായത് ഇമ്മച്വർ ഇൻസെക്ട്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പൊ ലാർവയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ലാർവയായിട്ട് തന്നെ തുടരും. പ്യൂപ്പയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പ്യൂപ്പ ആയിട്ട് തന്നെ തുടരും. പിന്നെ വേറൊരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ന്യൂമററി മോൾട്ടിംഗ് ആണ്. അതായത് ഒരുപാട് ഇപ്പം ഒരു ഇൻസെക്റ്റിൽ 4 മോൾട്ടാണ് നോർമലി ഉണ്ടാവേണ്ടതെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഈ സാധനം അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു 7-8 മോൾട്ടൊക്കെ പോകും. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. ഇത് റിസൾട്ട് ചെയ്യുന്ന സൂപ്പർ ലാർവേ, സൂപ്പർ പ്യൂപ്പെ, അങ്ങനെ സൂപ്പർ അഡൽട്ട് എന്നൊക്കെ പറയുന്ന സ്റ്റേജസ് റിസൾട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ജുവനൈറ്റ്സ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ. ഇത് നമുക്ക് ലാർവിസൈഡായിട്ടും ഓവിസൈഡലായിട്ടും യൂസ് ചെയ്യാം. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ മെത്തോപ്രീൻ, കൈനോപ്രീൻ ഒക്കെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. അപ്പോ ഇനി ഇപ്പൊ നമ്മൾ JH മിമിക് പറഞ്ഞു. ഇനി ആന്റി JH എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് അതിനെ പ്രിക്കോസീൻസ് എന്നാണ് വിളിക്കുന്നത്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പോറ അല്ലേറ്റ എന്ന് പറയുന്ന ഗ്ലാൻഡിനെ ഡിസ്ട്രോയ് ചെയ്യും, JH സിന്തസിസ് തടയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ JH സിന്തസൈസ് ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുന്നത്? ഇൻസെക്ട്സ് എന്താണ് ലാർവൽ ഇൻസ്റ്റാർസ് ഒന്നും പൂർത്തിയാക്കില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് മോൾട്ട് ചെയ്ത് എന്താണ് ഇമ്മച്വർ അഡൽട്സ് ആയിട്ടൊക്കെ ഫോം ചെയ്യും. അപ്പൊ അവർക്ക് മേറ്റ് ചെയ്യാനോ ഓവിപ്പോസിറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. പോരാത്തതിന് ഇവർ പെട്ടെന്ന് ചത്തുപോവുകയും ചെയ്യുന്നുണ്ട്. ഈ ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് കൈറ്റിൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. അപ്പൊ കൈറ്റിൻ സിന്തസൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു CSI എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ബെൻസോയിൽ ഫിനൈൽ യൂറാസ്, BPU എന്നൊക്കെ പറയും. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈറ്റിൻ സിന്തറ്റേസ് എന്ന് പറയുന്ന എൻസൈമിനെ ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്യുന്നത് കാരണം തന്നെ കൈറ്റിൻ ഉണ്ടാകുന്നില്ല. അത് കാരണം മോൾട്ടിങ് നടക്കില്ല. ലേബ്രം, മാൻഡിബിൾസ് ഒക്കെ പറയുന്ന സാധനങ്ങൾ പ്രോപ്പറായിട്ട്
എന്താ ക്യൂട്ടിക്കിൾ അതിൽ ഡിപ്പോസിറ്റ് ചെയ്യാതാകും. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത് പല കൺട്രീസിലും ലീഗലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു ഹോർമോണൽ ഇൻസെക്ടിസൈഡ് ആണ്. പൊതുവെ യൂസ് ചെയ്യുന്നത് മോസ്കിറ്റോസിനും സ്റ്റോറേജ് പെസ്റ്റിനൊക്കെ എതിരായിട്ടാണ്. അപ്പൊ ഇത്രയുമായിരുന്നു നമ്മുടെ IGR എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റനിലോട്ട് തിരിച്ചു പോവാം. IGR which disrupt metamorphosis are called juvenile hormones. അപ്പൊ മെറ്റമോർഫോസിസിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന സാധനങ്ങളെ ജുവനൈൽ ഹോർമോൺസ് എന്ന് വിളിക്കാം. ഞാനിപ്പോ പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ ഓൾറെഡി കിട്ടിക്കാണും. ഇത് തന്നെയാണ് കറക്റ്റ് ആൻസർ. ഇൻസെക്ടിസൈഡ് എന്താണ് ജുവനൈൽ ഹോർമോണിനെ ജുവനൈൽ ഹോർമോൺ അല്ലെങ്കിൽ JH മിമിക് അല്ലെങ്കിൽ ജുവനോയിഡ്സ് എന്ന് പറയുന്നത് മെറ്റമോർഫോസിസിനെ ഡിസ്റപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ആന്റി മെറ്റമോർഫോയിക് എഫക്റ്റ് ആണ് ഇതിനുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. സ്റ്റാറ്റസ് ക്യൂ അല്ലെങ്കിൽ സൂപ്പർ ന്യൂമറി മോൾസ് ആണ് ഇത് റിസൾട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് ആ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി ഒന്ന് നോക്കിക്കളയാം. IGR ആർ കോൾഡ് സെക്കൻഡ് ജനറേഷൻ ഇൻസെക്ടിസൈഡ്സ്. അതിന് ഈ ഒരു സംഭവം ഇവിടെ വന്നത് കൊണ്ടാണ് ഞാൻ നേരത്തെ അവിടെ ജനറേഷൻ വൈസ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ സെക്കൻഡ് ജനറേഷൻ ഇൻസെക്ടിസൈഡ് എന്നൊക്കെ പറയുന്നത് എവിടെ കണ്ടോ, സെക്കൻഡ് ജനറേഷൻ ഇൻസെക്ടിസൈഡ് എന്നൊക്കെ പറയുന്നത് ഓർഗാനോഫോസ്ഫേറ്റ്സും കാർബാമേറ്റ്സും ഒക്കെയാണ്. ഇനി തേർഡ് ജനറേഷൻ ഇൻസെക്ടിസൈഡിലാണ് ഈ ഒരു ഹോർമോണൽ ഇൻസെക്ടിസൈഡ്സ് വരുന്നത്. JH മിമിക്കും IGRസും ഒക്കെ വരുന്നത് തേർഡ് ജനറേഷൻ ഇൻസെക്ടിസൈഡ്സിലാണ്. അപ്പൊ ആ ഒരു ഓപ്ഷൻ തെറ്റായിരുന്നു. ഇനി ഫ്ലോണിക്കാമിഡ് ഇസ് എ നോവൽ IGR. ഫ്ലോണിക്കാമിഡ് ഒരു നോവൽ IGR ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇനി അസാഡിറക്റ്റിൻ ഇസ് നോട്ട് ആൻ IGR. അസാഡിറക്റ്റിൻ ഒരു IGR തന്നെയാണ്. അസാഡിറക്റ്റിൻ നീം പ്ലാന്റ്സിൽ നിന്ന് എടുക്കുന്ന ഒരു സാധനമാണ്, അറിയാം എല്ലാവർക്കും. എന്നാലും ഞാൻ പറയാണ്, അതൊരു IGR തന്നെയാണ്. ഇനി ഫ്ലോണിക്കാമിഡ് ആണെങ്കിൽ ഇത് ശരിക്കും IGR കാറ്റഗറിയിൽ വരുന്ന ഒരു സാധനം അല്ല. പക്ഷേ ഇതിനൊരു കോഡറ്റോണൽ ഓർഗൻസിനെയൊക്കെ ഡിസ്റപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവുള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ IGR ആയിട്ട് കൺസിഡർ ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ A ആണ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫ്ലോണിക്കാമിഡ് ശരിക്കും ട്രഡീഷണലി IGR ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് ചിലപ്പോ എന്താ കോഡറ്റോണൽ ഓർഗൻസിനെ ഒക്കെ മോഡുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ഷൻ ഉള്ളത് കൊണ്ട് IGR ആയിട്ട് നമുക്ക് ശരിക്കും IGR ആയിട്ട് നമുക്ക് കണക്കൂട്ടാനേ പറ്റില്ല. എന്നാലും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇതൊരു കോഡറ്റോണൽ ഓർഗൻസിനെ ഒക്കെ മോഡുലേറ്റ് ചെയ്യാൻ ഒരു കഴിവുള്ള ഒരു ഇൻസെക്ടിസൈഡ് ആണ് ഫ്ലോണിക്കാമിഡ് എന്ന്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12, ആന്റികോയാഗുലന്റ് റോഡന്റിസൈഡ്. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ആന്റികോയാഗുലന്റ് റോഡന്റിസൈഡ് എന്ന്? നമ്മൾ നേരത്തെ റോഡന്റിസൈഡ്സിന്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പൊ വാർഫാറിനും ബ്രോമോഡയോളിനും എന്താണ് ആന്റികോയാഗുലന്റ് റോഡന്റിസൈഡ്സ് ആണ്. വാർഫാറിൻ മൾട്ടി യൂസ് ആണെങ്കിൽ ബ്രോമോഡയോളിൻ സിംഗിൾ ഡോസ് ആന്റികോയാഗുലന്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ എയും ബിയും വരും. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ബോത്ത് 1 and 2. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13, ടോക്സിസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഡോസ്, ടോക്സിസിറ്റിയും ഡോസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എക്സ്പോഷർ ടൈമും ടോക്സിസിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. LD50 വാല്യൂ, LD50 വാല്യൂ ഞാൻ നേരത്തെ നമ്മൾ ആ ഒരു കാറ്റഗറൈസേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, LD50 ഏറ്റവും കുറവ് ഏതിനാണോ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ടോക്സിസിറ്റി എന്ന്. അപ്പോ LD50 വാല്യൂവും ടോക്സിസിറ്റിയും തമ്മിലുള്ള ബന്ധം ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. സോലബിലിറ്റിയും ടോക്സിസിറ്റിയും തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻ ഉള്ളതായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ LD50 വാല്യൂ. LD50യും ടോക്സിസിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. LC50 വന്നാലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് ടോക്സിസിറ്റി പാരാമീറ്റേഴ്സ്. LD50 വരുന്നുണ്ട്, LC50 വരുന്നുണ്ട്, LT50, KD50, KT50, ED50, EC50 എന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. എന്നാലും ഇതൊരു റിവിഷൻ ആയിട്ട് കണ്ട് ഇതൊന്ന് വായിച്ചു നോക്കുക. ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട സാധനം LD50യും LC50യും ആണ്. ഇതിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു സാധനം ഇതിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ LD50യിലാണെങ്കിൽ മില്ലിഗ്രാം പെർ കിലോഗ്രാം ഓഫ് ബോഡി വെയിറ്റ് ആയിരിക്കും
അതിന്റെ ഒരു യൂണിറ്റ്. LC50 ആണെങ്കിൽ ഗ്യാസ് പോലുള്ള സാധനങ്ങളാണ്, ഗ്യാസ് വേപ്പർ പോലുള്ള ഇൻസെക്ടിസൈഡ്സിനാണെങ്കിൽ PPM ആയിരിക്കും, പാർട്സ് പെർ മില്യൺ, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആയിരിക്കും ഡോസ് വരുന്നത്. ഇനി KD50 KT50 ഒക്കെ നോക്ക് ഡൗൺ കണക്കാക്കാനായിട്ടാണ്. അപ്പോൾ KD50 എന്ന് പറയുന്ന നോക്ക് ഡൗൺ ഡോസും KT50 എന്ന് പറയുന്ന നോക്ക് ഡൗൺ ടൈമുമാണ്. 50% ഓഫ് ഇൻസെക്ടിസൈഡ്സിനെ നോക്ക് ഡൗൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോസിനെ KD50 എന്നും അതിനെ 50% ഇൻസെക്ടിസൈഡ്സിനെ നോക്ക് ഡൗൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈമിനെ KT50 എന്ന് വിളിക്കും. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടും കൺഫ്യൂസിംഗ് ആയിട്ടും വരുന്ന ഒരു സാധനം ED50 EC50 ആണ്. അതായത് മീഡിയൻ എഫക്റ്റീവ് ഡോസും മീഡിയൻ എഫക്റ്റീവ് കോൺസെൻട്രേഷനും. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെക്ടിസൈഡ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് പോലുള്ള സാധനങ്ങളുടെ എഫക്റ്റ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് വാല്യൂസ് ആണ്, അല്ലെങ്കിൽ രണ്ട് ടോക്സിസിറ്റി പാരാമീറ്റേഴ്സ് ആണ് ED50യും EC50യും. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ED50 EC50 എന്നൊക്കെ പറയുന്നത് ഡോസ് ഓർ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് IGR ഒരു 50% ഓഫ് പോപ്പുലേഷനിൽ എന്താണ് മെറ്റമോർഫോസിസ് തടയുക, അല്ലെങ്കിൽ എന്താണ് സെക്ഷലി സ്റ്റെറൈൽ ആക്കുക, 50% പോപ്പുലേഷനെ സ്റ്റെറൈൽ ആക്കാൻ ആവശ്യമായിട്ടുള്ള ഡോസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷനെ ഒക്കെയാണ് ED50 EC50 എന്ന് പറയുന്നത്. ഇത് ഡയറക്റ്റ് ഡെത്തിനെ അല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പക്ഷെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ എഫക്റ്റിനെ ആയിരിക്കും, ഫിസിക്കൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ എഫക്റ്റിനെ ആയിരിക്കും ED50 അല്ലെങ്കിൽ EC50 കൊണ്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയുമായിരുന്നു ടോക്സിസിറ്റി പാരാമീറ്റേഴ്സ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കുക. ഇത് ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇതിന്റെയൊക്കെ ആ ഒരു യൂണിറ്റ് ഓർത്ത് വെച്ചേക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 14. ഓർഗാനോഫോസ്ഫേറ്റ്സ് ആക്ട് ബൈ ഇൻഹിബിറ്റിംഗ്. അപ്പോൾ ഓർഗാനോഫോസ്ഫേറ്റ്സിന്റെ മോഡ് ഓഫ് ആക്ഷൻ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ATP സിന്തസിസ്, ഓപ്ഷൻ ബി അസിറ്റൈൽ കോളിനെസ്റ്ററേസ് എൻസൈം, ഓപ്ഷൻ സി DNA റെപ്ലിക്കേഷൻ ആൻഡ് ഓപ്ഷൻ ഡി റെസ്പിറേഷൻ. അപ്പോൾ ഓർഗാനോഫോസ്ഫേറ്റ്സും കാർബാമേറ്റ്സിനും സിമിലർ മോഡ് ഓഫ് ആക്ഷൻ ആണ്, പക്ഷെ അതിൽ നമ്മൾ ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ അതിൽ വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഓർഗാനോഫോസ്ഫേറ്റ്സിനും കാർബാമേറ്റ്സിന്റെ മോഡ് ഓഫ് ആക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഇൻഹിബിറ്റ് അസിറ്റൈൽ കോളിനെസ്റ്ററേസ് എൻസൈം. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിറ്റൈൽ കോളിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിനെ മോളിക്യൂൾ ഉണ്ട്. അതിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു അസിറ്റൈൽ കോളിനെ ഡിസ്ട്രോയ് ചെയ്യലാണ് അസിറ്റൈൽ കോളിൻ എസ്റ്ററേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഫംഗ്ഷൻ. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്തതിന് ശേഷം അസിറ്റൈൽ കോളിൻ വരികയും അസിറ്റൈൽ കോളിൻ എസ്റ്ററേറ്റ്സ് വരികയും അസിറ്റൈൽ കോളിനുമായിട്ട് ബൈൻഡ് ചെയ്ത് അതിനെ നശിപ്പിക്കുകയാണ് പൊതുവെ ചെയ്യാറ്. പക്ഷേ നമ്മൾ ഓർഗാനോഫോസ്ഫേറ്റ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഗാനോഫോസ്ഫേറ്റ്സ് അല്ലെങ്കിൽ കാർബാമേറ്റ്സ് അസിറ്റൈൽ കോളിൻ മോളിക്യൂൾസുമായിട്ട് ഒരു മിമിക്രി ആക്ഷൻ ആണ് ചെയ്യുന്നത്. അതായത് ഇതിനെ രണ്ടിനെയും കാണാൻ അല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ആ ഒരു മോളിക്യൂള് ഏറെക്കുറെ ഒരേപോലെ ഇരിക്കും. അതായത് ഓർഗാനോഫോസ്ഫേറ്റ്സ് അസിറ്റൈൽ കോളിനെ മിമിക് ചെയ്യും. ഇത് മിമിക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ സാധനങ്ങൾ OP അല്ലെങ്കിൽ കാർബാമേറ്റ്സ് പോയിട്ട് അസിറ്റൈൽ കോളിനെസ്റ്ററേസ് ഗ്രൂപ്പിന്റെ ആ ഒരു എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിൽ ഇരിക്കുകയും ആ ഒരു എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ എൻസൈം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ അസിറ്റൈൽ കോളിനെ ഇതിന് നശിപ്പിക്കാൻ പറ്റത്തില്ല. അത് കാരണം തന്നെ എന്ത് പറ്റും? ഈ ഒരു നെർവ് ഇമ്പൾസ് തടയാൻ അവിടെ ഒന്നും ഇല്ലാതാകും. സാധാരണ ഈ ഒരു അസിറ്റൈൽ കോളിൻ ആണല്ലോ അതിനെ തടയുന്നത്. ഇമ്പൾസ് പാസ് ചെയ്യുന്നതിന് ശേഷം അസിറ്റൈൽ കോളിൻ ചെന്ന അസിറ്റൈൽ കോളിൻ എസ്റ്ററേസുമായിട്ട് ബൈൻഡ് ചെയ്ത് അസിറ്റൈൽ കോളിൻ മോളിക്യൂൾസ് നശിക്കും. അപ്പൊ ഈ അസിറ്റൈൽ കോളിൻ മോളിക്യൂൾസിനെ നശിപ്പിക്കാൻ ഇവിടെ ഇപ്പൊ ഒന്നും ഇല്ല. അസിറ്റൈൽ കോളിൻ എസ്റ്ററേസിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ നെർവ് ഇമ്പൾസ് കണ്ടിന്യൂസ് ആയിട്ട് പാസ് ചെയ്യും. ഇത് ഇൻസെക്ട്സിന് റിപ്പീറ്റഡ് ആയിട്ടുള്ള നെർവ് ഇമ്പൾസും പിന്നെ കൺവൽഷൻസും ട്രെമേഴ്സും ഒക്കെ ഉണ്ടായിട്ട് ഫൈനലി മസിൽ ഫാറ്റിക് വന്നിട്ട് ഇത് ചത്തുപോവുകയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതാണ് ഓർഗാനോഫോസ്ഫേറ്റ്സിന്റെയും കാർബാമേറ്റ്സിന്റെയും ഒരു മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി ഇൻഹിബിറ്റ് അസിറ്റൈൽ കോളിനെസ്റ്ററേസ് എൻസൈം ആണ്.
ഇനി ATP സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യുന്ന പൈറസോൾസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ATP സിന്തസൈസ് ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ മെറ്റി എന്ന് പറയും അതിനെ. മൈറ്റോകോൺട്രിയൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഇൻഹിബിറ്റേഴ്സ് എന്നും പറയും. അത് പൈറസോൾസ് ആണ്. എക്സാമ്പിൾ ആയിട്ട് ടോൾഫൻ പൈറൈഡ്, പൈറാഡിബെൻ, ഫെൻപൈറോക്സിമെസിഫെൻ എന്നൊക്കെ പറയുന്ന ഇൻസെക്ടിസൈഡ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇതാണ് മോഡ് ഓഫ് ആക്ഷന്റെ ബേസിസിലെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും, പക്ഷെ ഇതൊരു റിവിഷൻ ആയിട്ട് അല്ലെങ്കിൽ എളുപ്പം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഒരു ടാബുലർ ഫോം ആയിരിക്കും കുറെ കൂടി എളുപ്പം. അപ്പോ ഇതാണ് മോഡ് ഓഫ് ആക്ഷന്റെ ബേസിസിൽ ഇൻസെക്ടിസൈഡ്സും അതിന്റെ മോഡ് ഓഫ് ആക്ഷനും മോഡ് ഓഫ് എൻട്രിയും ഒക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15. റിസർജൻസ് ഓഫ് സിന്തറ്റിക് പൈറത്രോയിഡ്സ് വാസ് ഫസ്റ്റ് റിപ്പോർട്ടഡ് ഇൻ. അപ്പൊ സിന്തറ്റിക് പൈറത്രോയിഡ്സ് കാരണം ഉണ്ടാകുന്ന ഇൻസെക്ടിസൈഡ് റിസർജൻസ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏത് ഇൻസെക്ട്സിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ BPH അല്ലെങ്കിൽ ബ്രൗൺ പ്ലാന്റ് ഹോപ്പർ, ഓപ്ഷൻ B സ്കെയിൽ ഇൻസെക്ട്സ്, ഓപ്ഷൻ C വൈറ്റ് ഫ്ലൈ, ഓപ്ഷൻ D ത്രിപ്സ്. അപ്പൊ ഇതില് വൈറ്റ് ഫ്ലൈസിലാണ് സിന്തറ്റിക് പൈറത്രോയിഡ്സ് കാരണമുള്ള റിസർജൻസ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഓർത്തിരിക്കേണ്ട സംഭവമാണ്. വൈറ്റ് ഫ്ലൈ ആണ് കറക്റ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16. ദ കോൺസെൻട്രേഷൻ ഓഫ് എ റെസിഡ്യൂ ഇൻ ഓർ ഓൺ എ ഫുഡ് വെൻ ഫസ്റ്റ് ഓഫേർഡ് ഫോർ കൺസപ്ഷൻ. അപ്പൊ ആദ്യം കൺസപ്ഷന് വേണ്ടിയിട്ട് ഓഫർ ചെയ്തപ്പോൾ ഒരു ഫുഡിൽ ഉണ്ടായിരുന്ന റെസിഡ്യൂവിന്റെ കോൺസെൻട്രേഷനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ആൻസർ MRL ആണ്, അല്ലെങ്കിൽ മാക്സിമം റെസിഡ്യുവൽ ലിമിറ്റ് ആണ്. അപ്പൊ ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ആദ്യമായിട്ട് ഒരു ഫുഡ് നമുക്ക് കഴിക്കാൻ ഓഫർ ചെയ്യുമ്പോൾ അതിൽ എത്രത്തോളം കെമിക്കലിന്റെ റെസിഡ്യൂ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ അളവാണ് ഈ ഒരു MRL എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാക്സിമൽ റെസിഡ്യുവൽ ലിമിറ്റ് അല്ലെങ്കിൽ ടോളറൻസ് ലിമിറ്റ് എന്നൊക്കെ പറയുന്നത്. ടോളറൻസ് ലിമിറ്റ് എന്നായിരുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പൊ അതിനെ മാറ്റിയിട്ട് മാക്സിമം റെസിഡ്യുവൽ ലിമിറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി FF എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡ് ഫാക്ടർ ആണ്. നമുക്ക് അത് അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. ADI എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്സെപ്റ്റബിൾ ഡെയിലി ഇൻടേക്ക് ആണ്. അപ്പൊ നമുക്ക് എന്താണ് ഈ സാധനങ്ങൾ എന്നൊക്കെ ഒന്ന് നോക്കാം. ഇനി ഫുഡ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ഡയറ്റിന്റെ എത്ര ഭാഗം ആണ് കണ്ടാമിനേറ്റഡ് ഫുഡ് ഉള്ളത് എന്നുള്ളതാണ് ഫുഡ് ഫാക്ടർ. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ എത്രത്തോളം ഭാഗമാണ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഉള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റേഷ്യോ ആണ്. കണ്ടാമിനേറ്റഡ് ഫുഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫുഡ്, അതാണ് ഫുഡ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പോ ഇനി ടോട്ടൽ ഡെയിലി ഇൻടേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പെസ്റ്റിസൈഡ് അല്ല, ഒരു കണ്ടാമിനേറ്റഡ് ഫുഡ്, നമ്മളിപ്പോൾ CF എന്ന് പറയുന്ന കണ്ടാമിനേറ്റഡ് ഫുഡാണ്. കണ്ടാമിനേറ്റഡ് ഫുഡിൽ എത്ര ശതമാനം പെസ്റ്റിസൈഡ് ഉണ്ടോ അതേ ഇൻറ്റു ടോട്ടൽ ഫുഡ് ഇൻറ്റു ഫുഡ് ഫാക്ടർ ആണ് ടോട്ടൽ ഡെയിലി ഇൻടേക്ക്. ഇതൊക്കെ ജസ്റ്റ് ഫോർമുലാസ് ആണ്. ഇത് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമെന്ന് ഇതുവരെ വന്നിട്ടില്ല, എന്നാലും വന്നാൽ എഴുതാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ്. ഇനി അക്സെപ്റ്റബിൾ ഡെയിലി ഇൻടേക്ക്, ഫുഡ് ഫാക്ടർ ക്വസ്റ്റ്യനിൽ വന്നില്ലെങ്കിലും അക്സെപ്റ്റബിൾ ഡെയിലി ഇൻടേക്ക് എന്തായാലും ക്വസ്റ്റ്യനിൽ വരും. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെമിക്കല് നമ്മൾ ഡെയിലി കഴിക്കുകയാണ്, നമ്മളെ ജീവിതകാലം മുഴുവൻ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്രയും ജീവിതകാലം മുഴുവൻ കഴിച്ചാലും നമുക്ക് പറയത്തക്ക റിസ്ക് ഒന്നും ഇല്ലാത്ത ആ ഒരു ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ അക്സെപ്റ്റബിൾ ഡെയിലി ഇൻടേക്ക് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ഒന്നും ഇല്ലാതെ ഡെയിലി ഒരു ലൈഫ് ടൈമിലേക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ്, ഒരു കണ്ടാമിനന്റിന്റെ ക്വാണ്ടിറ്റി ആണ് അക്സെപ്റ്റബിൾ ഡെയിലി ഇൻടേക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു കണ്ടാമിനന്റിന്റെ 1 ഗ്രാം നമ്മൾ ഡെയിലി കഴിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് ഒരു റിസ്ക്കും ഇല്ല. അതുകൊണ്ട് നമ്മൾ 1 ഗ്രാം കഴിക്കുകയാണ്, നമ്മുടെ ലൈഫ് ടൈം മുഴുവൻ കഴിക്കുകയാണ്. അപ്പൊ ആ 1 ഗ്രാം ആണ് നമ്മുടെ അക്സെപ്റ്റബിൾ ഡെയിലി ഇൻടേക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് മില്ലിഗ്രാം പെർ കിലോഗ്രാം ഓഫ് ബോഡി വെയിറ്റ് പെർ ഡേ. അതായത് എത്ര മില്ലിഗ്രാം ഓഫ് കണ്ടാമിനന്റ് പെർ നമ്മുടെ ബോഡി വെയ്റ്റിന്റെ പെർ കിലോഗ്രാം ഓഫ് ബോഡി വെയ്റ്റ് ഡിവൈഡ് ബൈ ഡേ, അതാണ് അക്സെപ്റ്റബിൾ ഡെയിലി ഇൻടേക്ക്. ഇതിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ ADI എന്ന് പറയുന്നത് ടോട്ടൽ ഡെയിലി ഇൻടേക്ക് ഡിവൈഡ് ബൈ ആവറേജ് ബോഡി വെയ്റ്റ് ആണ്.
ഇനി പെർ ഡേ നമ്മൾ ചിലപ്പോൾ ആവറേജ് ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് സോറി ടോട്ടൽ ഡെയിലി ഇൻടേക്കിൽ തന്നെ ആ ഒരു ഡേ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ഡേ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാത്തത്. ഇനി മാക്സിമം റെസിഡുവൽ ലിമിറ്റ് നമ്മൾ പറഞ്ഞല്ലോ എന്താണെന്നുള്ളത്. ഇനി ഇതിന്റെ ഫോർമുല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ADI, അതായത് അക്സെപ്റ്റബിൾ ഡെയിലി ഇൻടേക്ക് പെർ ഡേ പെർ മാൻ ഡിവൈഡ് ബൈ കണ്ടാമിനേറ്റഡ് ഫുഡ്, അതിന്റെ വെയിറ്റ്, അത്രയുമാണ് മാക്സ് റെസിഡുവൽ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ MRL ഇസ് ഇക്വൽ ടു ADI പെർ ഡേ പെർ മാൻ ഡിവൈഡ് ബൈ CF ആണ്. ADI എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഡെയിലി ഇൻടേക്ക് ഡിവൈഡ് ബൈ ആവറേജ് ബോഡി വെയിറ്റ്. ഇത്രയുമാണ് നമ്മുടെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സാധനങ്ങൾ. ADIയും MRLും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഫുഡ് ഫാക്ടർ ഇതുവരെ ക്വസ്റ്റ്യൻ ഒന്നും കണ്ടിട്ടില്ല, എന്നാലും എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണമല്ലോ, അതുകൊണ്ട് ഫുഡ് ഫാക്ടറും ഓർത്തിരിക്കുക. അപ്പൊ ഇത് ഈ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 16 ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ A ആണ്, MRL ആണ് കറക്റ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17, പ്രോഗ്രസീവ് ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ആൻ ഓർഗാനിസം or part of an organism which occur because the rate of intake exceeds the organism's ability to remove the substance from the body. അപ്പോ ഒരു സാധനം ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിൽ അല്ലെങ്കിൽ പാർട്ട് ഓഫ് ബോഡിയിൽ പ്രോഗ്രസീവായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻടേക്ക് എന്താണ്, ബോഡിക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിൽ കൂടുതലാണ് ഇൻടേക്ക്. നമ്മുടെ ബോഡിക്ക് ഒരു എമൗണ്ട് വരെ ഒരു സാധനത്തിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ ഉള്ള കേപ്പബിലിറ്റി നമ്മുടെ ബോഡിക്കുണ്ട്. പക്ഷെ ആ ലിമിറ്റിനെക്കാട്ടി കൂടുതലാണ് ഇൻടേക്ക് എങ്കിൽ ആ ഒരു സാധനം, ഒരു കെമിക്കൽ ആയിക്കോട്ടെ, ആ കെമിക്കൽ നമ്മുടെ ബോഡിയിൽ പ്രോഗ്രസീവായിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഈ പ്രോഗ്രസീവ് ഇൻക്രീസ് നടക്കുന്ന ഫിനോമിനെ വിളിക്കുന്ന പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യന്റെ ആൻസർ ബയോ അക്യുമുലേഷൻ എന്നാണ്. അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാകും. പ്രോഗ്രസീവ് ഇൻക്രീസ് ഇൻ പാർട്ട് ഓഫ് ബോഡി, എന്താണ് എലിമിനേറ്റ് ചെയ്യാനുള്ള ഇൻകേപ്പബിലിറ്റി കാരണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബോഡിയിൽ ഇത് അക്യുമുലേറ്റ് ചെയ്യാണ്. അപ്പൊ ഓപ്ഷൻ A ബയോ അക്യുമുലേഷൻ ആണ് കറക്റ്റ് ആൻസർ. ഇനി ബയോ ആക്ടിവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സീനോബയോട്ടിക് എന്ന് പറയുന്നത് ഒരു ഫോറിൻ സാധനം, ലൈക്ക് ഒരു ഇൻസെക്ടിസൈഡ് ആണെന്ന് വിചാരിച്ചോ. ഇത് നമ്മുടെ ഇൻസെക്ടിന്റെ ബോഡിയിലേക്ക് കയറുമ്പോൾ ഇതൊരു ഇനാക്റ്റീവ് ഫോമിലായിരിക്കും ഉണ്ടാകുക. പക്ഷെ ഇൻസെക്ടിന്റെ ബോഡിക്കകത്ത് കയറിക്കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ അകത്തുള്ള കെമിക്കൽസ് കാരണം ഇതൊരു ആക്റ്റീവ് ഫോം അല്ലെങ്കിൽ മോർ ടോക്സിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബയോ ആക്ടിവേഷൻ. കാരണം ഇനാക്റ്റീവ് ഫോം ആക്റ്റീവ് ഫോമിലാകുന്ന ഒരു പ്രോസസ്സ്, അത്രേ ഉള്ളൂ ബയോ ആക്ടിവേഷൻ. ബയോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇൻസെക്ടിസൈഡിന്റെ ബോഡിയിലാണ് ഈ ഒരു ആക്ടിവേഷൻ നടക്കുന്നത്. ഇൻസെക്ടിന്റെ ബോഡിയിലാണ് ഈ ഒരു ആക്ടിവേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബയോ ആക്ടിവേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ബയോ മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ട്രോഫിക് ലെവലിന്റെ ഓരോ ലെവൽ കൂടുന്തോറും എമൗണ്ട് ഓഫ് ടോക്സിൻ കൂടിക്കൂടി വരികയാണ്. അറിയാലോ, നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഒരു സാധനമാണ് ബയോ മാഗ്നിഫിക്കേഷൻ. ഇനി ബയോ മിനറലൈസേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഗാനിക് സബ്സ്റ്റൻസിനെ ഇനോർഗാനിക് ഡെറിവേറ്റീവ്സ് ആയിട്ട് ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ബോഡിക്കകത്ത് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ബോഡിക്കകത്ത് ഓർഗാനിക് സബ്സ്റ്റൻസിനെ ഇനോർഗാനിക് ഡെറിവേറ്റീവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബയോ മിനറലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 സാധനം മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ബയോ അക്യുമുലേഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ A ആണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ നമ്പർ 18, which formulation is applied after mixing with water and forms a suspension? സസ്പെൻഷൻ ഉണ്ടാക്കുന്നത് ഈ തന്നിരിക്കുന്നതിൽ ഏത് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഈസി എന്ന് പറയുന്നത് എന്താണ്? ഈസി എന്ന് പറയുന്ന സാധനം ഒരു സസ്പെൻഷൻ അല്ല ഫോം ചെയ്യുന്നത്. അത് ഈസി എന്ന് പറയുന്നത് എമൾസിഫയബിൾ കോൺസെൻട്രേറ്റ്സ് ആണ്. അപ്പൊ അത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ സസ്പെൻഷൻ അല്ല ഫോം ചെയ്യുന്നത്. ഇനി വെറ്റബിൾ പൗഡർ ഒരു സസ്പെൻഷൻ ആണ് ഫോം ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് വെറ്റബിൾ പൗഡേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യില്ല. പക്ഷെ അത് നമ്മൾ മിക്സ് ചെയ്യും തോറും അത് വാട്ടറിൽ ഒന്ന് ഡിസ്പേഴ്സ് ആയിട്ട് ഒരു സസ്പെൻഷനായിട്ട് ആണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് വെറ്റബിൾ പൗഡേഴ്സ് എന്ന് പറയുന്നത് സസ്പെൻഷൻ ഫോം ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് നമ്മൾ മിക്സ് ചെയ്യുന്ന വാട്ടറിൽ സസ്പെൻഡ് ചെയ്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കാരണം തന്നെ നമുക്ക് ഇത് സ്പ്രേ ചെയ്യുന്നതിന് മുന്നേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിനെ മിക്സ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതാണ് സസ്പെൻഷൻ ഉണ്ടാകുന്നത്. സസ്പെൻഷൻ അപ്പോൾ ആരാണ് ഉണ്ടാക്കുന്നത്? വെറ്റബിൾ പൗഡേഴ്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇനി യു എൽ വി എന്ന് പറയുന്നത് അൾട്രാ ലോ വോളിയം ആയിട്ടുള്ള അൾട്രാ ലോ വോളിയം എന്നാണ് യു എൽ വിയുടെ എന്താണ് ഫുൾ ഫോം. ഇത് ശരിക്കും നമ്മൾ ഒന്നുമായിട്ട് മിക്സ് ചെയ്തിട്ടല്ല അടിക്കുന്നത്, ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് അടിക്കുന്നത്. അപ്പൊ വളരെ ലോ വോളിയത്തിൽ ആണ് നമ്മൾ ഈ ഒരു ഇൻസെക്ടിസൈഡ് അപ്ലൈ ചെയ്യുന്നത്. ഇനി ജി എന്ന് പറയുന്നത് ഗ്രാന്യൂൾസ് ആണ്. ഗ്രാന്യൂൾസ് നമ്മൾ വെള്ളത്തിന്റെ കൂടെ ഒന്നും മിക്സ് ചെയ്തിട്ടല്ല, നമ്മൾ ഡയറക്റ്റ് അപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഇനി ഈസി ഫോം ചെയ്യുന്നത് ഇമൽഷൻസ് ആണ്. യു എൽ വി നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, ഡൈല്യൂഷൻസ് ഇല്ല. ഗ്രാന്യൂൾസും നമ്മൾ ഡയറക്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്, ഡൈല്യൂഷൻ ഇല്ല. വെറ്റബിൾ പൗഡർ അപ്ലൈ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യാത്തത് കൊണ്ട് ഒരു സസ്പെൻഷൻ ഫോം ചെയ്യും. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ അജിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ നമുക്കിതിനെ പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19, യു എൽ വി ഫോർമുലേഷൻസ് മീൻസ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുള്ളൂ അൾട്രാ ലോ വോളിയം സ്പ്രേനെയാണ് നമ്മൾ യു എൽ വി ഫോർമുലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വിച്ച് സ്പ്രേയർ ഇസ് ഓപ്പറേറ്റഡ് മാനുവലി ബൈ ഹാൻഡ് പമ്പിങ്. ഹാൻഡ് പമ്പിങ് വെച്ചിട്ട് നമ്മൾ മാനുവലി അപ്ലൈ ചെയ്യുന്നത് ഈ തന്നിരിക്കുന്ന ഏത് സ്പ്രേയർ ആണ്? പവർ സ്പ്രേ ആണെന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും നമ്മൾ മാനുവലി ഒന്നുമല്ല, പവർ വെച്ചിട്ടാണ് അതിനെ അപ്ലൈ ചെയ്യുന്നതെന്ന്. ഇനി നാപ്സാക്ക് സ്പ്രേയർ ആണ് നമ്മൾ ശരിക്കും മാനുവലി ഓപ്പറേറ്റഡ് ഹാൻഡ് പമ്പിങ് ഉപയോഗിച്ച് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റിയ ഒരു സ്പ്രേയർ എന്ന് പറയുന്നത്. ഇനി ഫുഡ് സ്പ്രേയർ എന്ന് പറയുന്നതും ഇതിനും ഒരു മോട്ടർ ഉണ്ടാകാറുണ്ട്. നമ്മൾ കാല് കൊണ്ട് നമ്മളതിനെ നമ്മുടെ തയ്യൽ മെഷീനിലൊക്കെ നമ്മൾ കാല് വെച്ച് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കില്ലേ, അതുപോലെ ഒരു സംഭവം ഒരു പാഡിൽ ഇതിലും ഉണ്ടാകും. നമ്മൾ അതിനെ ഇങ്ങനെ കാല് വെച്ച് ചവിട്ടി കൊടുക്കുമ്പോഴാണ് ഈ ഒരു ഫുഡ് സ്പ്രേയറിന്റെ ഒരു മോട്ടർ ഓൺ ആകുന്നത്. യു എൽ വി സ്പ്രേയർ മിക്കവാറും പവർ ഓപ്പറേറ്റഡ് ആയിരിക്കും. മാനുവൽ ഒരിക്കലും അത് മാനുവൽ ആയിരിക്കില്ല, അത്രയും ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നാപ്സാക്ക് സ്പ്രേയർ. അപ്പൊ കുറച്ച് ടൈപ്പ് ഓഫ് സ്പ്രേസ് ഞാനിവിടെ തന്നിട്ടുണ്ട്. ഹൈ വോളിയം ആണെങ്കിൽ ഏതൊക്കെ എങ്ങനത്തെ എനർജിയാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ സ്പ്രേയർ ആണ് ഇതിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, പഠിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് റെഫർ ചെയ്യുക, ഓർത്തിരിക്കാൻ എളുപ്പത്തിനാണ് ടാബുലർ ഫോമിൽ തന്നിട്ടുള്ളത്. ഇനി ഡ്രോപ്ലെറ്റ് സൈസ് വെച്ചിട്ട് ടൈപ്പ് ഓഫ് സ്പ്രേനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 400 മൈക്രോമീറ്ററിന് മേല് ഉള്ളതിന് കോൾഡ് സ്പ്രേ എന്നും, അതിന് ശേഷം ഒരുപാട് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ് 0.01നും 0.1നും മൈക്രോമീറ്ററിനിടയിലുള്ള ഡയമീറ്റർ ഉള്ള ഡ്രോപ്ലെറ്റിനെ നമ്മൾ വേപ്പറും എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേബിൾ ഓർത്തിരിക്കുക, ഈ ഒരു ടേബിൾ പഠിച്ചു വെച്ചിരിക്കുക. ഇനി നമ്മൾ ടാർജറ്റ് ഇൻസെക്ട്സ് അല്ലെങ്കിൽ ടാർജറ്റ് വെച്ചിട്ട് നമ്മൾ സ്പ്രേയുടെ ഡ്രോപ്ലെറ്റിന്റെ സൈസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫ്ലൈയിങ് ഇൻസെക്ട്സ് ആണെങ്കിൽ 10 to 50 മൈക്രോ മീറ്റർ ആയിരിക്കും ഡ്രോപ്ലെറ്റിന്റെ സൈസ്. എവിടെയെങ്കിലും ഇരിക്കുന്ന സർഫസിൽ ഇരിക്കുന്ന ഇൻസെക്ട്സ് ആണ്, ലൈക്ക് സ്കെയിൽസ് പോലെ അഫറ്റ്സ് പോലെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ 30 to 150 മൈക്രോമീറ്റർ ആയിരിക്കും ഡ്രോപ്ലെറ്റിന്റെ സൈസ്. ഇനി പ്ലാന്റ് ഡിസീസസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നതെങ്കിൽ 30 to 150 തന്നെയാണ്. വീഡ്സ് ആണെങ്കിൽ 100 to 300 മൈക്രോമീറ്റർ ഡയമീറ്റർ ഉള്ള ഡ്രോപ്ലെറ്റ്സ് ഉള്ള സ്പ്രേ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് റിവിഷൻ പോലെയോ അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കാനൊക്കെ ആയിട്ടാണ് ഈ ഒരു ടാബുലർ ഫോം തന്നിരിക്കുന്നത്. ടാബുലർ ഫോം ആയിരിക്കുമ്പോൾ പഠിക്കാനും എളുപ്പമായിരിക്കും, ഓർത്തിരിക്കാനും എളുപ്പമായിരിക്കും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 21, അവമെക്ടൻസ് ആർ ഐസൊലേറ്റഡ് ഫ്രം സോയിൽ ആക്ടിനോമൈസൈറ്റ്സ്. അപ്പൊ ഈ തന്നിരിക്കുന്ന ആക്ടിനോമൈസൈറ്റ്സിൽ
അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന സാധനങ്ങളിൽ അവർമെക്റ്റിൻ ഏതിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഏതാണ് ഓപ്ഷൻ എന്ന്. ഓപ്ഷൻ എ സ്ട്രെപ്റ്റോമൈസിസ് അവർമെക്റ്റിലിസ് എന്ന് പറയുന്ന ഒരു സോയിൽ ആക്ടിനോമൈസിസിൽ നിന്നാണ് അവർമെക്റ്റിൻ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നത്. ഇനി അവർമെക്റ്റിൻസിൽ നമുക്ക് പൊതുവെ വരുന്നത് അബാമെക്റ്റിനും എമാമെക്റ്റിൻ ബെൻസോയേറ്റ് എന്നും പറയുന്ന രണ്ട് ഇൻസെക്ടിസൈഡ്സ് ആണ്. എമാമെക്റ്റിൻ ബെൻസോയേറ്റ് നമ്മളിപ്പോൾ കാറ്റർപില്ലേഴ്സ് പോലുള്ള സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അബാമെക്റ്റിൻ ആണെങ്കിൽ ട്രാൻസ്ലാമിനാർ എഫക്റ്റ് ഉണ്ട്, അതായത് എന്താ ഈ നമ്മുടെ സർഫസിലല്ലാതെ രണ്ട് ലാമിനയുടെ അകത്ത് കൂടി ബോർ ചെയ്ത് പോകുന്ന ലീഫ് മൈനർ പോലുള്ള ഇൻസെക്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു സാധനം നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി സക്കാരോപോളിസ്പോറ സ്പൈനോസ, ഈ സാധനത്തിൽ നിന്നാണ് നമ്മൾ സ്പൈനോസാറ്റ് എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ഇൻസെക്ടിസൈഡ്സ് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ലുംബ്രിക്കോനീരിസ് ഹെട്രോപോഡ, ഞാൻ നേരത്തെ പറഞ്ഞു ലുംബ്രിക്കോനീരിസ് ഹെട്രോപോഡ എന്ന് പറയുന്ന നീരസ് ടോക്സിൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻ ഐസൊലേറ്റ് ചെയ്യുന്നത് ഈ ഒരു മെറൈൻ ആയിട്ടുള്ള ലുംബ്രിക്കോനീരസ് ഹെട്രോപോഡ എന്ന് പറയുന്ന സാധനത്തിൽ നിന്നാണ്. ഇനി ഡെറസ് എലിപ്റ്റിക്ക എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ആണ്. ഇതിൽ നിന്നാണ് നമ്മൾ റൊട്ടിനോൺ എന്ന് പറയുന്ന സാധനം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇനി റൊട്ടിനോൺ ഇവിടെ പറഞ്ഞത് കൊണ്ട് തന്നെ കുറച്ച് ബൊട്ടാണിക്കൽസ് ആണ് ഈ തന്നിട്ടുള്ളത്. ഇത് പ്ലാന്റും സയന്റിഫിക് നെയിമും പിന്നെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ, അതായത് ആക്റ്റീവായിട്ട് ഇതിൽ ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടി കാണിക്കുന്ന സാധനങ്ങളുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ജസ്റ്റ് ഇത്രയും സാധനമൊക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. ഇത്രയും സാധനമൊന്നും പഠിക്കേണ്ട കാര്യമില്ല, പക്ഷെ കുറച്ചൊക്കെ സാധനം പഠിച്ചിരിക്കേണ്ടി വരും. കാരണം ഈ പൊങ്കാമിയ എന്നൊക്കെ പറയുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ട്രീ ആണ്. പെരിവിങ്കിൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഡിസിനൽ ക്രോപ്പ് ആണ്. ഗാർലിക് ഒക്കെ നമ്മൾ IPM പലയിടത്തും യൂസ് ചെയ്യുന്ന സാധനമാണ് അലിയം സെറ്റൈവ, അതിൽ നിന്ന് കിട്ടുന്ന ഡയലൈൽ സൾഫൈഡ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22, ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഇൻസെക്ടിസൈഡ് റെസിസ്റ്റൻസ് ഇൻക്ലൂഡ്. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ഇൻസെക്ടിസൈഡ് റെസിസ്റ്റൻസിന് സഹായിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഓപ്ഷൻ എ റിപ്പീറ്റഡ് യൂസ് ഓഫ് സെയിം ഇൻസെക്ടിസൈഡ്, ഓക്കെ, അത് ഇൻസെക്ടിസൈഡ് റെസിസ്റ്റൻസ് വരാൻ സഹായിക്കുന്നുണ്ട്. ഹൈ റീപ്രൊഡക്റ്റീവ് റേറ്റ് ഓഫ് പെസ്റ്റ്, അതും സഹായിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഇൻസെക്ടിസൈഡ് വളരെ ഇപ്പോ എങ്ങനെയെങ്കിലും ഇതിനൊരു റെസിസ്റ്റൻസ് വന്നു എന്ന് വിചാരിച്ചോ, ഹൈ റീപ്രൊഡക്റ്റീവ് റേറ്റ് എന്ന് പറയുന്നത് ഇത് ഒരുപാട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള അടുത്ത പ്രോജനീസിനെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന പ്രോജനിയൊക്കെ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രോജനീസ് ആയിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ ഹൈ റീപ്രൊഡക്റ്റീവ് റേറ്റും ഒരു ഇമ്പോർട്ടന്റ് കാരണമാണ്. ഇനി ഓപ്ഷൻ സി ജനറ്റിക് വേരിയേഷനും വരാം. ഇപ്പോ കൾട്ടിവാർസ് അല്ലെങ്കിൽ ഇപ്പോ ഒരുപാട് ഇൻസെക്ട്സിന് സ്ട്രെയിൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പല ഫോംസ്, ജനറ്റിക്കലി ഡിഫറൻസ് വരുന്ന പല ഫോംസ് കാണാറുണ്ട്. അപ്പൊ ഈ ഇപ്പൊ ചിലത് ഇൻസെക്ടിസൈഡ് റെസിസ്റ്റന്റ് ആണെങ്കിൽ ചിലത് സസെപ്റ്റബിൾ ആയിരിക്കും. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ജനറ്റിക് വൈസ് കാണുന്നുണ്ട്. അപ്പൊ ജനറ്റിക് വേരിയേഷനും ഒരു ഇമ്പോർട്ടന്റ് കാരണമാണ്. ഇനി ഓപ്ഷൻ ഡി ക്രോപ്പ് റൊട്ടേഷനും ഇൻസെക്ടിസൈഡ് റെസിസ്റ്റൻസുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യാറുണ്ട്. അപ്പൊ റെസിസ്റ്റൻസിന് കാരണമാകുന്നില്ല, പക്ഷെ റെസിസ്റ്റൻസ് മാനേജ്മെന്റിന് നമ്മൾ ക്രോപ്പ് റൊട്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ ഡി ഇതിനൊരു അപ്രോപ്രിയേറ്റ് ആൻസർ അല്ല. അപ്പൊ ഓപ്ഷൻ ഡി ഒഴിച്ച് ബാക്കി മൂന്നും ഉള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 4 ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 23, കോസസ് ഓഫ് പെസ്റ്റ് റിസർജൻസ് ഇൻക്ലൂഡ്. അപ്പൊ പെസ്റ്റ് റിസർജൻസിന് കാരണമാകുന്നത് ഇതിൽ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ കില്ലിംഗ് നാച്ചുറൽ എനിമീസ്, ഓക്കെ, വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. കാരണം നമ്മൾ ഓവറായിട്ട് പെസ്റ്റിസൈഡ്, ബ്രോഡ് സ്പെക്ട്രം പെസ്റ്റിസൈഡ്സ് ഒക്കെ, ഞാൻ ശരിക്കും റിസർജൻസ് എങ്ങനെയാണെന്ന് പറയാം. നമ്മൾ ബ്രോഡ് സ്പെക്ട്രം ഇൻസെക്ടിസൈഡ് വാരിക്കോരി ഇങ്ങോട്ട് അടിക്കുകയാണ്, നമുക്ക് തോന്നിയ പോലെ അടിക്കുകയാണ്. അടിക്കുമ്പോൾ എന്താ പറ്റുന്നത്? നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള നാച്ചുറൽ എനിമീസ് ലൈക്ക് predators and parasitoids ഒക്കെ ചത്തുപോകും.
ചത്തു പോകുമ്പോ എന്താ പറ്റുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന പെസ്റ്റ് ചാകുന്നുണ്ട്, പക്ഷെ വൈഡ് റേഞ്ച് ഓഫ് നാച്ചുറൽ എനിമീസ് ചാകുന്നത് കാരണം ഈ ഒരു സെക്കൻഡറി പെസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന സാധനം ചാകത്തും ഇല്ല, പക്ഷെ അതിന്റെ നാച്ചുറൽ എനിമീസ് ചത്തുപോവുകയും ചെയ്യും. അപ്പൊ വിത്തൗട്ട് റെസിസ്റ്റൻസ് ഇതിന് വളരെ അധികം ഫാസ്റ്റ് ആയിട്ട് ഇത് എന്ത് ചെയ്യും, റീപ്രൊഡ്യൂസ് ചെയ്യുകയും ഈ ഒരു സെക്കൻഡറി പെസ്റ്റ് പ്രൈമറി പെസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അതിന്റെ ഒരു റിസർജൻസ് കാണാനും പറ്റും. അപ്പോൾ അതാണ് ഒരു ടൈപ്പ് ഓഫ് റിസർജൻസ്. ഇനി വേറൊരു സാധനമുണ്ട്, ഹോർമോലിഗോസിസ് എന്ന് പറയും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇൻസെക്ടിസൈഡ് ഒരു സ്ട്രെസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ട്രെസ്സിനെ ഇവർ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ റീപ്രൊഡക്റ്റീവ് റേറ്റ് കൊണ്ടിട്ടാണ് ഇവർ ഈ ഒരു സ്ട്രെസ്സിനെ ഫേസ് ചെയ്യുന്നത്. അപ്പൊ ഹയർ റീപ്രൊഡക്റ്റീവ് റേറ്റ് വരുമ്പോൾ തന്നെ ഒരുപാട് ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയും റിസർജൻസ് വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് രീതിയിലാണ് ശരിക്കും റിസർജൻസ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. സെക്കൻഡറി പെസ്റ്റ് ഔട്ട് ബ്രേക്ക്, അതും കറക്റ്റ് ആണ്. സബ്ലീതൽ ഡോസസ് ആണ് ശരിക്കും പറഞ്ഞ പെസ്റ്റ് റിസർജൻസിന് കാരണമാകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം. സബ്ലീതൽ ഡോസ് എന്ന് പറയുന്നത് ശരിക്കും ഇൻസെക്ട് എല്ലാം ചാകത്തും ഇല്ല. ഈ ഒരു സബ്ലീതൽ ഡോസ് ആവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്ട്രെസ്, ആ ഒരു സ്ട്രെസ് ഇൻസെക്റ്റിനെ കൊല്ലാൻ പാകത്തിനുള്ള ഒരു സ്ട്രെസ് അല്ല. കൊല്ലാൻ പാകത്തിനുള്ള സ്ട്രെസ് ആണെങ്കിൽ ഇതിനെ ഫേസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഈ കൊല്ലാനും വേണ്ടിയിട്ടുള്ള സ്ട്രെസ് ഇല്ല, പക്ഷെ സ്ട്രെസ് ഉണ്ട്. ആ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് ഈ ഒരു സബ്ലീതൽ ഡോസസ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് ആണ്. ഈ ഒരു സബ്ലീതൽ ഡോസസിനെ അവർ ഫേസ് ചെയ്യുന്നത് എക്സ്ട്രാ റീപ്രൊഡക്ഷൻ കൊണ്ടിട്ടാണ്. അപ്പോ ഓപ്ഷൻ സിയും കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ ഡി ഇംപ്രൂവ്ഡ് ഇറിഗേഷൻ കൂട്ടിയെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഇംപ്രൂവ്ഡ് ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. കാരണം നൈട്രജൻ ഫെർട്ടിലൈസർ ഒക്കെ നമ്മൾ ജുഡീഷ്യസ് ആയിട്ടല്ല അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, വളരെയധികം ഡോസസിൽ നമ്മൾ നൈട്രജൻ ഫെർട്ടിലൈസർ ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പ്ലാന്റിന്റെ ഒരു വിഗറസ് ഗ്രോത്തും കൂടുതൽ ഫുഡ് അവൈലബിലിറ്റി കാരണം ഇൻസെക്ടിസൈഡ് വളരെയധികം മൾട്ടിപ്ലൈ ചെയ്ത് നമ്പർ കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി തെറ്റാണ്. ഓപ്ഷൻ എയും ബിയും സിയും കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ അങ്ങനെ വരുന്നതായിട്ട് എക്സെപ്റ്റ് ഡി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. നാച്ചുറൽ എനിമീസിനെ കില്ല് ചെയ്യുന്നുണ്ട് ഒരു കാരണം. സെക്കൻഡറി പെസ്റ്റ് ഔട്ട് ബ്രേക്ക് അത് കാരണം വരുന്നുണ്ട്. സബ്ലീതൽ ഡോസസ് ഒരു സ്ട്രെസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കാരണം അതിനെ ഫേസ് ചെയ്യാനായിട്ട് ഇൻസെക്ട്സ് മാസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനെ ഹോർമോലിഗോസിസ് എന്നൊക്കെ വിളിക്കും. അപ്പോൾ അതും ഒരു കാരണമാണ് ഈ ഒരു പെസ്റ്റ് റിസർജൻസ് ഉണ്ടാകാൻ. അപ്പോൾ ഓപ്ഷൻ എ, ബി ആൻഡ് സി കറക്റ്റ് ആൻസേഴ്സ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24. ഇതൊരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ നോക്കാം. ബ്രോഡ് സ്പെക്ട്രം ഇൻസെക്ടിസൈഡ് ക്യാൻ കോസ് റിസർജൻസ്. ഞാൻ ഇപ്പൊ പറഞ്ഞുള്ളൂ, ബ്രോഡ് സ്പെക്ട്രം ആയിട്ട് നമ്മൾ വാരിക്കോരി അടിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു സംഭവമാണ് റിസർജൻസ്. ദേ കിൽ നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ്. അതും കറക്റ്റ് ആണ്. ബ്രോഡ് സ്പെക്ട്രം ഇൻസെക്ടിസൈഡ് അടിക്കുമ്പോൾ നാച്ചുറൽ എനിമീസ് ചത്തു പോകുന്നുണ്ട്. അപ്പൊ രണ്ടും കറക്റ്റ് ആണ്. റീസൺ എനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ എ ആണ്. ബോത്ത് എ ആൻഡ് are true and R explains A. അപ്പോൾ നമ്മളപ്പോൾ ഇത്രയും കാര്യം റിസർജൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ റിസർജൻസിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് നാരോ സ്പെക്ട്രം ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസെക്ടിസൈഡ്സ് യൂസ് ചെയ്യുക. പിന്നെ എന്താണ് നാച്ചുറൽ എനിമി സേഫ് ആയിട്ടുള്ള ഇൻസെക്ടിസൈഡ്സ് യൂസ് ചെയ്യുക, കറക്റ്റ് ഡോസിൽ യൂസ് ചെയ്യുക, സബ്ലീതൽ ഇഫക്റ്റ് ഉണ്ടാകാതിരിക്കാൻ നോക്കുക. ഡ്രിഫ്റ്റ് ഇല്ലാത്ത സമയത്ത്, അതായത് എയർ അല്ലെങ്കിൽ വിൻഡ് കാരണം ഡ്രിഫ്റ്റ് വരാറുണ്ട്. ഡ്രിഫ്റ്റ് വരുമ്പോഴും ഈ ഒരു സബ്ലീതൽ ഡോസിന്റെ പ്രോബ്ലം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്പ്രേ ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് റിസർജൻസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ പ്രൈമറി പെസ്റ്റിനെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡറി പെസ്റ്റിനെയും കൂടി കൺസിഡർ ചെയ്യുക. വളരെ ചെറിയ എന്താണ് പ്രൈമറി പെസ്റ്റ് ഇല്ലാതാകുന്നത് കൊണ്ട് ബ്രോഡ് സ്പെക്ട്രം അടിച്ച് പ്രൈമറി ഇൻസെക്ട് ഒക്കെ ഇല്ലാതാകുമ്പോൾ ഈ ഒരു സെക്കൻഡറി പെസ്റ്റിന്റെ ഔട്ട് ബ്രേക്ക് ഉണ്ടാകും എന്ന് നമ്മൾ കോൺഷ്യസ് ആയിട്ടിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 25. ക്രോസ് റെസിസ്റ്റൻസ് റെഫേഴ്സ് ടു. അപ്പൊ ക്രോസ് റെസിസ്റ്റൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. റെസിസ്റ്റൻസ് ടു മൾട്ടിപ്പിൾ അൺറിലേറ്റഡ് ഇൻസെക്ടിസൈഡ്സ്, അതാണോ ക്രോസ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് ടു ഇൻസെക്ടിസൈഡ്സ് വിത്ത് സിമിലർ മോഡ് ഓഫ് ആക്ഷൻ, അതാണ് ക്രോസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ സിമിലർ ആയിട്ടുള്ള മോഡ് ഓഫ് ആക്ഷൻ ഉള്ള ഇൻസെക്ടിസൈഡ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ക്രോസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്.
ഇനി റെസിസ്റ്റൻസ് ഡ്യൂ ടു മ്യൂട്ടേഷൻ കാരണം വരുന്നതിന് നമ്മൾ എന്താണ് ഒരു ക്രോസ് റെസിസ്റ്റൻസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ക്രോസ് റെസിസ്റ്റൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല. ആ, എന്താണ് മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇനി ശരിക്കും ക്രോസ് റെസിസ്റ്റൻസ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഈ പല സിമിലർ മോഡ് ഓഫ് ആക്ഷൻ ഉള്ള പല ഇൻസെക്ടിസൈഡ്സിനെ ഡീടോക്സിഫൈ ചെയ്യുന്നത് ഒരു സിംഗിൾ മെക്കാനിസം കൊണ്ടിട്ടായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സിമിലർ മോഡ് ഓഫ് ആക്ഷൻ ഉള്ള ഇൻസെക്ടിസൈഡ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഈ മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരുപാടല്ല, ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടിലോ അധികമോ ഡിഫറെന്റ് മോഡ് ഓഫ് ആക്ഷൻ ഉള്ള ഇൻസെക്ടിസൈഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഓരോ മോഡ് ഓഫ് ആക്ഷനുമായിട്ടും ഇൻസെക്ട് ഫെമിലറൈസ് ആകുകയാണ്. അപ്പൊ അത് കാരണം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഈ നമ്മളിപ്പോ ആദ്യം അടിച്ച മോഡ് ഓഫ് ആക്ഷനിലുള്ള ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് വരുമ്പോൾ ഇതിന് റെസിസ്റ്റൻസ് ഇംപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ്. അപ്പൊ ക്രോസ് റെസിസ്റ്റൻസിന്റെയും മൾട്ടിപ്പിൾ റെസിസ്റ്റൻസിന്റെയും ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്രോസ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സിമിലർ മോഡ് ഓഫ് ആക്ഷൻ ഉള്ള ഇൻസെക്ടിസൈഡ്, ഇപ്പൊ നമ്മൾ ആദ്യം ഒരു ഇൻസെക്ടിസൈഡ്, ഒരു മോഡ് ഓഫ് ആക്ഷൻ ഉള്ള ഇൻസെക്ടിസൈഡ് അപ്ലൈ ചെയ്തു. ഇനി അതേ മോഡ് ഓഫ് ആക്ഷൻ ഉള്ള വേറൊരു ഇൻസെക്ടിസൈഡ് അപ്ലൈ ചെയ്യുമ്പോൾ സെയിം ഡീടോക്സിഫിക്കേഷൻ മെക്കാനിസം വെച്ചിട്ട് ഇൻസെക്ടിസൈഡിനെ ഡീടോക്സിഫൈ ചെയ്ത് കളയുന്നു. അതാണ് ക്രോസ് റെസിസ്റ്റൻസ്. ഇനി മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ കുറെ ഡിഫറെന്റ് മോഡ് ഓഫ് ആക്ഷൻ ഉള്ള ഇൻസെക്ടിസൈഡ് അടിക്കുകയാണ്. അത് കാരണം ഇനി ഏതെങ്കിലും ഈ നമ്മൾ ആദ്യം പഠിച്ച മോഡ് ഓഫ് ആക്ഷൻ ഉള്ള ഏതെങ്കിലും ഇൻസെക്ടിസൈഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇൻസെക്ട് ഇതുമായിട്ട് ഫെമിലിയർ ആണ്. അപ്പൊ ഇതിനെ എങ്ങനെ ഡീടോക്സിഫൈ ചെയ്യണം എന്ന് ഇൻസെക്ട്സിന് ഓൾറെഡി അറിയാം. അങ്ങനെ വരുന്ന റെസിസ്റ്റൻസ് ആണ് മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 26. അപ്പോൾ നമുക്ക് ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ജനറ്റിക് ടോളറൻസ്, ഓപ്ഷൻ ഡി ആണ്. റിസർജൻസ് എന്താണ്? പെസ്റ്റ് കം ബാക്ക് ആഫ്റ്റർ സ്പ്രേ, അപ്പൊ ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി. റെസിഡ്യൂ എന്ന് പറയുന്നത് കെമിക്കൽ ലെഫ്റ്റ് ഓവർ, നമ്മൾ ഒരു സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിയും, ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് എത്രത്തോളം പെസ്റ്റിസൈഡ് ആണ് നമ്മുടെ ഹാർവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫുഡിൽ ഉള്ളത് എന്നുള്ളതാണ് റെസിഡ്യൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കെമിക്കല് അല്ലെങ്കിൽ ആ കെമിക്കലിന്റെ മെറ്റബോളൈസ്ഡ് ഫോംസ് ഒക്കെ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ പ്ലാന്റ് പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ ഹാർവെസ്റ്റൽ പ്രൊഡക്റ്റിൽ കാണുന്നതിനെയാണ് റെസിഡ്യൂ എന്ന് വിളിക്കുന്നത്. അപ്പൊ കെമിക്കൽ ലെഫ്റ്റ് ഓവർ ഫോർ എ. ഇനി ക്രോസ് റെസിസ്റ്റൻസ് ടു സിമിലർ ഇൻസെക്ടിസൈഡ് നമ്മളിപ്പോ പറഞ്ഞുള്ളൂ. ഇനി സെക്കൻഡറി പെസ്റ്റ് ഔട്ട് ബ്രേക്ക്, അതെന്താണ്? മൈനർ പെസ്റ്റ് ബിക്കംസ് മേജർ പെസ്റ്റ്. അത് റിസർജൻസിൽ വരുന്ന ഒരു സാധനമാണ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ജനറ്റിക് ടോളറൻസ്, ഡി. അപ്പൊ ഡി വരുന്നത് ഒറ്റ സാധനമേ ഉള്ളൂ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 27. ഇതില് നിങ്ങൾ കുറെയൊക്കെ ഇൻസെക്ടിസൈഡ്സ് ഏതൊക്കെ ഗ്രൂപ്പിൽ വരുന്ന ഇൻസെക്ടിസൈഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓർഗാനോക്ലോറിൻ എന്ന് പറയുന്നത് ഇതിലുള്ളത് ആൽഡ്രിൻ ആണ്. ആൽഡ്രിൻ, എൻഡ്രിൻ, എൻഡോസൾഫാൻ എന്നൊക്കെ പറയുന്നത് ഓർഗാനോക്ലോറിനിൽ വരുന്ന സൈക്ലോഡൈൻസിൽ വരുന്ന ഒരു സാധനമാണ്. ഈ ആൽഡ്രിൻ ഒക്കെ നമ്മൾ ബാൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി ഓർഗാനോഫോസ്ഫേറ്റ് വരുന്നത് ഇതിൽ ഏതാണ്? ഓർഗാനോഫോസ്ഫേറ്റ് വരുന്ന മാലത്തയോൺ എന്താണ്? ഡൈമെത്തോയേറ്റ്, ക്ലോറോപൈറിഫോസ്, അങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് ഡൈക്ലോറോസ്, അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറെ സാധനം ഓർഗാനോഫോസ്ഫേറ്റ്സിൽ വരുന്നുണ്ട്. അപ്പോൾ 2B ആണ്. ഇനി കാർബാമേറ്റ് അറിയാലോ, കാർബോഫ്യൂറാൻ. പൈറത്രോയിഡ് വരുന്നത് ഏതാ? പൈറത്രോയിഡ് വരുന്നത് ഡെൽറ്റാമെത്രിൻ ആണ്. ഇനി നിയോനിക്കോട്ടിനോയിഡ് വരുന്നത് തയോമെത്തോക്സാം, പിന്നെ അസെറ്റമാഫ്രഡ്, നൈറ്റൻ പൈറൈഡ്, ഇമിഡാക്ലോപ്രിഡ്, ഇതൊക്കെ പറയുന്നത് നിയോനിക്കോട്ടിനോയിഡ് ആണ്. അപ്പോ ഇതെല്ലാം, ഈ ഓപ്ഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാന്ന് നോക്കൂ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1C ഓർഗാനോക്ലോറിൻ എന്ന് പറയുന്നത് ആൽഡ്രിൻ, 2B അതായത്
ഓർഗാനോഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ മാലത്തയോൺസ്. 3D 3D അതായത് കാർബമേറ്റ് കാർബോഫ്യൂറാൻ. 4E പൈറത്രോയിഡ് ഡെൽറ്റാമെത്രിൻ ആൻഡ് 5A നിയോനിക്കോട്ടിനോയിഡ് തയോമെത്തോക്സാം. അപ്പോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 28. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. ബ്രോഡ് സ്പെക്ട്രം ഇൻസെക്ടിസൈഡ്. ബ്രോഡ് സ്പെക്ട്രം ഇൻസെക്ടിസൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് ഓർഗാനിസത്തിനെ കൊല്ലുന്ന ഇൻസെക്ടിസൈഡ്സ് ആണ് ബ്രോഡ് സ്പെക്ട്രം ഇൻസെക്ടിസൈഡ്സ്. അപ്പോൾ ഓപ്ഷൻ ബി കിൽസ് മെനി ഓർഗാനിസംസ്. ഇനി സെലക്റ്റീവ് ഇൻസെക്ടിസൈഡ്സ്. അപ്പൊ സെലക്റ്റീവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതെങ്കിലും ഒരു സ്പെസിഫിക് പെസ്റ്റിനെ കൊല്ലാനുള്ള ഇൻസെക്ടിസൈഡ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി ഓപ്ഷൻ ഇ ടാർഗറ്റ് സ്പെസിഫിക് പെസ്റ്റിനെ കൊല്ലാനായിട്ടായിരിക്കും. സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ്സ് എങ്ങനെയാണ്? പ്ലാന്റ് അബ്സോർബ് ചെയ്ത് പ്ലാന്റ് പാർട്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പൊ ഏതൊരു പ്ലാന്റ് പാർട്ടിനെ തിന്നാലും ഈ ഒരു ഇൻസെക്ടിസൈഡ് ഇൻസെക്റ്റിന്റെ അകത്തേക്ക് ചെല്ലും. അപ്പോ ഓപ്ഷൻ എ അബ്സോർബ്ഡ് ഇൻ ടു പ്ലാന്റ്സ്. ഇനി കോണ്ടാക്ട് ഇൻസെക്ടിസൈഡ് ആക്സ് ഓൺ ടച്ച്. അപ്പൊ അറിയാലോ കോണ്ടാക്ട് ഇൻസെക്ടിസൈഡിന്റെ ഫോം എന്താന്ന്? ഫ്യൂമിഗന്റ് എന്ന് പറയുന്നത് ഗ്യാസ് ഫോമിലാണ് ഉള്ളത്. അപ്പോ ഇതിന് ഈ ഓപ്ഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 29. എൻഡോസൾഫാൻ വാസ് ഏരിയലി സ്പ്രേഡ് മെയിൻലി ഓൺ. അപ്പോൾ എല്ലാവർക്കും അറിയാം എൻഡോസൾഫാൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസെക്ടിസൈഡ് ആണ് കേരളത്തിന്റെ ഇൻസെക്ടിസൈഡ് ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ. കാരണം ഇപ്പോഴും ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിന് കാരണമായിട്ടുള്ള ഒരു ഇൻസെക്ടിസൈഡ് ആണ് എൻഡോസൾഫാൻ എന്ന് പറയുന്നത്. എൻഡോസൾഫാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസെക്ടിസൈഡ് ആയിരുന്നു. പക്ഷെ ഈ ഒരു ജനറ്റിക് ആയിട്ടുള്ള ഡിഫക്ട്സ് അല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടികളിൽ വരുന്ന ഡിഫക്റ്റ് എൻഡോസൾഫാൻ മാത്രം കാരണമാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അത് വേറൊരു കാര്യം. പക്ഷെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ എൻഡോസൾഫാൻ കേരളത്തിലാണ് ആദ്യം ബാൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം സുപ്രീം കോർട്ട് വേൾഡ് വൈഡ് ഇന്ത്യയിൽ മുഴുവനായിട്ട് ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എൻഡോസൾഫാൻ ശരിക്കും ഏതിലാണ് നമ്മൾ ഏരിയൽ സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഓപ്ഷൻ സി കാഷ്യൂ പ്ലാന്റേഷൻസിലാണ് നമ്മൾ എൻഡോസൾഫാൻ മെയിൻലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു ഏരിയലി സ്പ്രേ ചെയ്യുന്നത് കാരണം തന്നെ ഇത് പല അൺവാണ്ടഡ് സ്ഥലങ്ങളിൽ ചെല്ലുകയും പുഴകളിലേക്കും അങ്ങനെ കോമൺ ആയിട്ട് മനുഷ്യർ യൂസ് ചെയ്യുന്ന സോഴ്സസിലേക്ക് ചെല്ലുകയും അവിടുന്ന് പല നെഗറ്റീവ് എഫക്ട്സ് വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എൻഡോസൾഫാൻ ബാൻ ചെയ്ത് കളഞ്ഞത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 30. അസേർഷൻ റീസൺ ആണ്. അസേർഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോസൾഫാൻ വാസ് ബാൻഡ് ഇൻ കേരള ബിഫോർ നാഷണൽ ബാൻ. ഞാനിപ്പോ പറഞ്ഞുള്ളൂ, അത് കറക്റ്റ് ആണ്. സെവറൽ ഹെൽത്ത് ഇഷ്യൂസ് വർ റിപ്പോർട്ടഡ് ഇൻ കാസർഗോഡ്. കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ആണ് ഈ ഒരു എൻഡോസൾഫാൻ കാരണം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നതും കൂടുതൽ ബാധിതർ ഉള്ളത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ്. ബോത്ത് എ and R are true and R explains A. ഇനി എൻഡോസൾഫാൻ ശരിക്കും ബാൻ ചെയ്തിട്ടുള്ളത് 2001 അപ്പോ ശരിക്കും എൻഡോസൾഫാൻ നമ്മളെ കാഷ്യൂ പ്ലാന്റേഷൻസിൽ ഹീലോപെൽറ്റസ് ആന്റണി എന്ന് പറയുന്ന മോസ്കിറ്റോ ബഗ് എന്ന് പറയുന്ന കാഷ്യൂലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പെസ്റ്റ് ഉണ്ട്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ ഏരിയൽ സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ട് എൻഡോസൾഫാനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ, ഇത് 2001 കേരളത്തിൽ ബാൻ ചെയ്തത്. നാഷണൽ ബാനിന് മുന്നേ നമ്മൾ കേരള ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻഡോസൾഫാൻ. ഏരിയലി സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നത് കാഷ്യൂ പ്ലാന്റേഷൻസിലാണ് എഗെയിൻസ്റ്റ് മോസ്കിറ്റോ ബഗ് അല്ലെങ്കിൽ ഹീലോപെൽറ്റസ് ആന്റണി. ഇത്രയുമാണ് എൻഡോസൾഫാനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 31. റീസൺസ് ഫോർ ബാനിങ് എൻഡോസൾഫാൻ ഇൻക്ലൂഡ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എൻവയോൺമെന്റൽ പെർസിസ്റ്റൻസ്, ഉറപ്പായിട്ടും എൻവയോൺമെന്റിൽ പെർസിസ്റ്റ് ചെയ്യുന്നത് കാരണമാണ് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ളത്, ഹെൽത്ത് ഡിസോർഡേഴ്സ്. നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇനി ബയോ അക്യുമുലേഷൻ നടക്കുന്നുണ്ട്. ബയോ അക്യുമുലേഷൻ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ബോഡിക്ക് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ
ടോക്സിൻസ് ഇൻടേക്ക് ചെയ്യുന്നത് കാരണം നമ്മുടെ ബോഡിയിലെ ഏതെങ്കിലും ഒരു പാർട്ടിൽ ഇതിന്റെ എമൗണ്ട് പ്രോഗ്രസീവായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇത് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു സംഭവം ഒക്കെ കാരണമാണ് എൻഡോസൾഫാൻ കേരളത്തിൽ ബാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഹൈ ക്രോപ്പ് ഈൽഡ് കൂടി, പക്ഷെ ക്രോപ്പ് ഈൽഡ് കൂടുന്നത് കാരണം ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് നമ്മൾ ബാൻ ചെയ്യോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം കറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ, എ, ബി ആൻഡ് സി. അപ്പൊ ഇതാണ് ഇതിന്റെ കീ. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസിന്റെ കീ ആണ് ലാസ്റ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന കുറച്ച് എന്താ ചാർട്ടും അല്ലെങ്കിൽ എന്താ ടേബിൾസ് ഒക്കെ ഒന്ന് പഠിച്ചിരിക്കുക, എവിടെയെങ്കിലും ഒക്കെ യൂസ് വരും. ഇതിൽ ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ അക്സെപ്റ്റബിൾ ഡെയിലി ഇൻടേക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. മാക്സിമം റെസിഡ്യൂവൽ ലിമിറ്റ് അല്ലെങ്കിൽ ടോളറൻസ് ലിമിറ്റ് എന്ന് പറയുന്ന ഈ ഒരു സാധനവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത്രയുമൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ സെഷൻ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ഞാൻ ലാസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അടുത്ത സെഷനിൽ കാണാം.